സംഭവിക്കുന്ന മൗലികമായ ബിബ്ലിക്കൽ ഫോർമുലയാണ് ഉടമ്പടി. ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് ഒരു ദിവസം 100ഓളം സാക്ഷ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്നത്? അത് സർവം സ്പർശിയായി നിൽക്കുന്നത് കൊണ്ടാണ്. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളുമാണ്. ഒരു വ്യക്തി ഈ കാലത്തിലൂടെ അതിന് കൽപ്പിക്കപ്പെട്ട സ്ഥല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ വ്യക്തിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഉദ്വിഗ്നതകൾ, ഉത്കണ്ഠകൾ, ഉള്ളിൽ കത്തുന്ന അവസ്ഥകൾ, ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകൾ, ശിക്ഷ വാങ്ങിക്കൂ എന്ന് തോന്നുന്ന അവസ്ഥകൾ, സാമ്പത്തികമായി തകർന്നു പോകുന്ന അവസ്ഥകൾ, ഈ സമയങ്ങളിലെല്ലാം ആണ് ഈ മാനിഫെസ്റ്റേഷൻസ് വരണത്. പ്രകടാത്മകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പോലെ ദൈവത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റ് പ്രാർത്ഥനാ രൂപങ്ങൾ അത്രയ്ക്ക് ലളിതമല്ല. പരിശുദ്ധ കുർബാന തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സമ്പൂർണ്ണ മാനിഫെസ്റ്റേഷൻസ് ആൻഡ് റിയൽ പ്രസൻസ് ഉൾക്കൊള്ളുന്നതാണ്. പക്ഷേ കാത്തലിക്സിൻ്റെ കുർബാനയ്ക്ക് നോൺ കാത്തലിക്സ് ചിലപ്പോൾ കുർബാന പ്രസൻസ് കൊടുക്കത്തില്ല. എന്താ കാര്യം? അത് സാക്രമെൻ്റൽ ബേസ് കൊണ്ട് ഓരോ ചർച്ചിനും അതിൻ്റെ സാക്രമെൻറ്റാലിറ്റീസും സാക്രമെൻസും അതിനോട് ബന്ധപ്പെട്ട വിശ്വാസ സത്യങ്ങളുണ്ട്. അപ്പോൾ കാത്തലിക്സ് ആണെങ്കിൽ ശരിക്കും കൺഫെഷൻ ഈ കൂദാശകളെല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. കമ്മ്യൂണിയനുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നതാണ് കൺഫെഷൻ. അപ്പോൾ ഉടമ്പടിക്കാണെങ്കിൽ കാത്തലിക്സിനോട് വളരെ നിശ്ചിതമായ സമീപനമാണ്. അതായത് കൂദാശ ജീവിക്കുന്നവരെ അതിൻ്റെ പൂർണ്ണമായ ഫലം ഉൾക്കൊണ്ടുകൊണ്ട് സമ്പൂർണ്ണമായി കൂദാശ ജീവിച്ച് അതിലൂടെ ദൈവം കൽപ്പിതമായ ദൈവാനുഗ്രഹത്തിലേക്ക് മുന്നേറാൻ സഹായിക്കുന്നതാണ് കവനൻറ്റ്. അതുകൊണ്ട് 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കണമെന്നുള്ള സന്യസ്തർക്കും അഭിഷിക്തർക്കും കൊടുത്തിരിക്കുന്ന നിയമം തന്നെയാണ് ഉടമ്പടിയിൽ ലേമേന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, സാധാരണ വിശ്വാസികൾക്ക് തന്നിരിക്കുന്ന ഉടമ്പടി നിയമം എന്താണ്? 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കണം. അത് കാനല്ലോ അനുസരിച്ച് സന്യസ്തർക്കും ഞങ്ങളെപ്പോലുള്ള അഭിഷിക്തർക്കും ഉള്ളതാണ്. അതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? വിശുദ്ധിയിൽ ഇത് വല്ലാതെ കത്തണ സംഭവമാണ് ഉടമ്പടി. എന്ന് ദൈവം മനുഷ്യനുമായിട്ടൊരു എഗ്രിമെൻറ്റിലായിട്ടുണ്ട്. അന്ന് ദൈവം പറഞ്ഞിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുതായിട്ടുള്ളത് എന്താണ്? ഇപ്പോൾ മോസസിന് ദൈവം അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താണ്? നീ ചെരുപ്പിട്ടുകൊണ്ടല്ലേ ഇന്നലെ ആ ഈജിപ്തുകാരനെ കൊന്നത്? ആ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് നീ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതാണ് പ്രശ്നം. മോസസിനോട് ചെരുപ്പ് വരാൻ പറഞ്ഞില്ലേ? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, നിൻ്റെ കാലിലെ പാദരക്ഷകൾ ഉരുവെക്കാൻ എന്താ കാര്യം? ഇവനീ ചെരുപ്പിട്ടുകൊണ്ടാണ് ഈജിപ്തിൽ നിന്ന് ഓടിപ്പോണ മുമ്പ് ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ പൂത്തിയത്. അപ്പോൾ കൊലപാതകത്തിൻ്റെ ചെരുപ്പാണ് അവൻ്റെ കാലിൽ കിടക്കുന്നത്. അതും കൊണ്ട് നീ എൻ്റെ മുമ്പിൽ വരാൻ പറ്റത്തില്ല. അപ്പോൾ എവിടെയെല്ലാം ദൈവം നമ്മളെ സഹായിക്കാനും അഭിഷേകം ചെയ്യാനും ശക്തിപ്പെടുത്താനും നോക്കുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രീ റെക്വസ്റ്റ് വിശുദ്ധിയാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 3:5 അവിടുന്ന് അരുളി ചെയ്തു. അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ദൈവ സാന്നിധ്യത്തിന് മറ്റു സാന്നിധ്യത്തെക്കാൾ വ്യത്യാസമുള്ളത് എന്താണ്? പരിശുദ്ധിയാണ്.
അപ്പം നീ ആ പരിശുദ്ധനായ ദൈവവുമായിട്ടാണ് ഇപ്പോഴേ ഉഭയകക്ഷി ഉടമ്പടിയിലേക്ക് വരണത്. നമുക്കൊന്നും താങ്ങാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്യണത്. പക്ഷേ ഈ കാലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് നമ്മൾക്ക് ഒരു പേഴ്സൺ ടു പേഴ്സൺ ബയലാറ്ററൽ എഗ്രിമെൻറ്റിന് നമുക്കൊരവസരം കിട്ടിയെന്ന് പറയണത് കർത്താവിനെ കൈയടിച്ചുകൊണ്ട് നന്ദി പറയുന്നില്ല. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അപ്പം വിശുദ്ധിയിലെ ഉന്നതനായ ദൈവത്തോടാണ് ഞാനും നിങ്ങളും ഒരു ഉടമ്പടി ബന്ധത്തിലൂടെ നമ്മൾ ഇൻറ്റിമസിയിലേക്ക് വിളിക്കുന്നത്. ആധ്യാത്മിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളൊന്നാണ് കോൾ ടു ഇൻറ്റിമസി. ക്രിസ്തീയ ആധ്യാത്മിക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസാണ് കോൾ ടു ഇൻറ്റിമസി. അവൻ്റെ അദമ്യമായ സ്വകാര്യ സ്നേഹത്തിലേക്കുള്ള വിളി. പക്ഷേ അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഏറ്റവും ലളിതമായ ഒരു മാർഗം ഉടമ്പടിയാണ്. ഉടമ്പടിയിൽ നിങ്ങളെ ചില സമയത്ത് ഉടമ്പടിയെക്കുറിച്ച് വളരെ പെരിഫറലായിട്ടുള്ള ഐഡിയ ഉള്ളവരാണെങ്കിൽ, ഒരു ഈ തൊലിപ്പുറത്ത് ആശയങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ പറയും ഇതെന്തോ നിയോഗങ്ങൾ നമ്മൾ എഴുതിയിടുമ്പോൾ അതുപോലെ തന്നെ ദൈവം നമുക്ക് തരണ എന്തോ പരിപാടിയാണ് എന്ന് പറയും. അത് ABCD ആയിട്ടുള്ള ആൾക്കാർ ആ വിശ്വാസത്തിൽ ആ നിലവാരമുള്ളവർ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ മുഖം ഭയങ്കര ഹൃദ്യമാണ്. എന്നുവെച്ചാൽ നീയും നിൻ്റെ ദൈവവും തമ്മിൽ നേർക്ക് നേരെ ഒരുമിച്ച് ജീവിക്കാൻ ദൈവം തന്നെ വിഭാവന ചെയ്ത ഒരു ആധ്യാത്മിക ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരനുഗ്രഹം. നമ്മൾക്കുണ്ടാകുന്ന ഒരു ഗുണം ആൾക്കാർക്ക് ഇപ്പോൾ ശരവണൻ എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു അടിപൊളി സാക്ഷ്യമുണ്ട്, ഇന്നിട്ടിട്ടുണ്ട് ഞാനത്. ശരവണൻ്റെ സാക്ഷ്യം എന്ന് വെച്ചാൽ ശരവണൻ സാക്ഷ്യം തുടങ്ങുന്നത് തന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ തൊട്ട കേസാണ്. 14 വർഷമുള്ള കേസുണ്ട്, 9 വർഷമുള്ള കേസുണ്ട്, 3 വർഷമുള്ള കേസുണ്ട്. കേസ് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് പോകാൻ പറ്റണില്ല. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് കോടതി വരുമെന്ന്. അപ്പോൾ ശരവണൻ്റെയൊക്കെ നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ മനുഷ്യൻ എന്തുമാത്രം ഫെയ്ത്ത് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഈ ഫ്രഷ് ഹാൻഡ്സ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഫ്രഷ് ഹാൻഡ്സ് എന്ന് പറയുന്നത് ആരാണ്? പുതുതായിട്ട് വിശ്വാസത്തിൻ്റെ വഴികളിലേക്ക് വരുന്ന ആൾക്കാർ നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ ചെയ്യണത്. കാര്യം വെച്ചാൽ അവർ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ തേന് കുടിക്കണ പോലെ കുടിക്കും. മറ്റുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ച് അവരൊന്ന് വെയിറ്റ് ആൻഡ് സീ ആയിട്ട് നോക്കും. ഈ വെയിറ്റ് ആൻഡ് സീ വരട്ടെ, നോക്കട്ടെ, ഇത് ഉടമ്പടിന് അടയാളം കിട്ടുമോ എന്ന് നോക്കട്ടെ, ഇല്ലേ? അടയാളം കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറയത്തില്ലേ? ഇത് ഉടമ്പടിയുടെ ഒരു ഡേഞ്ചറായിട്ടുള്ള ഒരു അപ്രോച്ചാണ്, സമീപനമാണ്. നമ്മൾ ആദ്യം പറയും എന്താണ്, ഏതെങ്കിലും ഒരു അടയാളമെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ചില സമയത്ത് ചിലർക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു അപകടമാണ്. നിങ്ങൾ ആരോടാണ് ഈ അടയാളം ചോദിക്കണത്? ദൈവത്തോട് അല്ലേ? ദൈവം നിങ്ങളുടെ കുമ്പാരിയാണാ? ഞങ്ങളുടെ ആലപ്പുഴ ഭാഷയിൽ ഉള്ള ഒരു സംഭവമാണ് കുമ്പാരി, കൊച്ചി ഭാഷയിൽ. എന്നുവെച്ചാൽ തലതൊട്ടപ്പനെ കുമ്പാരി എന്ന് വിളിക്കുന്നത്. കൊമ്പാദർ സഹ, കുമ്പെന്ന് വെച്ചാൽ കൊം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹ എന്നർത്ഥം. എന്നുവെച്ചാൽ കൂടെയുള്ള ആൾ, കൂടെയുള്ള അപ്പൻ, പകരം അപ്പൻ, സബ്സ്റ്റിറ്റ്യൂട്ട്, ആത്മീയ പിതാവ് എന്നൊക്കെ എൻ്റെ അർത്ഥം. പക്ഷേ ഇതുപോലെ ദൈവത്തിന് നമ്മൾ ഇങ്ങനെ വളരെ ഒരു സിമ്പിളായിട്ട് കാണുന്നവരാണ് ഈ ഒച്ചിനെപ്പോലെ ഇരിക്കുന്ന മനുഷ്യൻ. ഒരു കൃമികിടത്തിനേക്കാളും വിലയില്ലാത്തൊരു മനുഷ്യൻ ദൈവത്തിനോട് അടയാളം ചോദിക്കുന്നത് എന്ത് ബേസിലാണ്? താൻ
ആരോ ആണെന്നുള്ള അഹങ്കാരത്തിൻ്റെ ബേസിലാണ്. അല്ല പിന്നെ ഇങ്ങനെ ദൈവത്തോട് അടയാളം ചോദിക്കണേ? ബുദ്ധിയും ബോധമുള്ളവൻ ദൈവത്തോട് അടയാളം ചോദിക്കുമോ? നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ അയൽവാസിയാണോ? പിന്നെ നമുക്കുള്ള ബന്ധമെന്ന് പറയണത്, നമുക്കൊരു ബന്ധമുള്ളത് വെച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. അവൻ ക്രൂശിക്കപ്പെടാനും അവൻ്റെ മരണം നമുക്ക് വേണ്ടി മരിക്കുവാനും അവൻ തയ്യാറായപ്പോൾ അവൻ നമ്മളെ ആരുമായിട്ട് കാണുന്നു, വിലയുള്ളവനായിട്ട് കാണുന്നു. അപ്പോൾ ക്രിസ്തു അനുഭവിച്ച പീഡാസനങ്ങളുടെ ബേസ്മെൻറ്റിലാണ് നമ്മൾക്ക് ഒരു ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു നിലനിൽപ്പ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ആ നിലനിൽപ്പ് വീണ്ടും നമ്മൾ അടയാളം ചോദിച്ചുകൊണ്ട് ആ നിലനിൽപ്പിന് കളങ്കം ചാർത്തരുത്. എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഉടമ്പടി എടുക്കുന്നവർ ആദ്യം നിങ്ങളോട് ആ നിബന്ധനകൾ നിങ്ങൾ നിറവേറ്റണം മര്യാദയ്ക്ക്. അടയാളം പിന്നെ വരും. നമ്മൾ ദൈവത്തിന് അടയാളം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കണ പോലെ വരത്തില്ലേ? അവിടെ ഒരു പ്രശ്നം വരും. അങ്ങനെ ചോദിക്കരുത്. ഞാൻ നിങ്ങളെ വഴക്കിടുകയൊന്നുമല്ല, നിങ്ങളെ ബുദ്ധിമോശം കാണിക്കരുതെന്ന് പറയുകയാണ്. അടയാളത്തിന് വല്ല അല്ലെ ദൈവം ഒരിക്കലും നിങ്ങളുടെ ഉടമ്പടി അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ അണക്കെട്ട് തുറന്നു വിട്ടിരിക്കണ പോലുള്ള അനുഭവമാണ്. അത്രക്ക് ആണ് നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇപ്പോൾ ശരവണൻ്റെ കേസ് പെട്ടത്, ശരവണൻ്റെ കേസ് എന്താണ്? അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനകാരൻ. ഒരു ട്രിവാൻഡ്രത്താണ്. ഒരു അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് വേറെ ഒരു താലൂക്കിലേക്ക് മാറ്റാൻ പോകുന്നു എന്നും പറഞ്ഞ് രജിസ്റ്റർ ഓഫീസ് മാറ്റാൻ പോകുന്നു. വേറെ ഒരു പഞ്ചായത്ത്, താലൂക്കല്ല പഞ്ചായത്തിലേക്ക്, വേറെ ഒരു പഞ്ചായത്തിലേക്ക് ഗവൺമെൻറ് ഹൈക്കോടതി ഇടപെട്ട് മാറ്റാൻ പോകുന്നു എന്നും പറഞ്ഞ് അതിൻ്റെ പേരിൽ വലിയ പീപ്പിൾസ് ക്യാമ്പയിൻ ഉണ്ടായി, ജനകീയമായ ഒരു മുന്നേറ്റവും ഉണ്ടായി. പക്ഷേ ഹൈക്കോടതി വിധിയായത് കാരണം മുന്നേറ്റത്തിൽ പങ്കെടുത്ത ആൾക്കാരെല്ലാം പ്രതികളായി, എല്ലാവരും പ്രതികളായി. ഈ പ്രതികളായി കഴിഞ്ഞാൽ അതെല്ലാം ക്രിമിനലായിട്ടാണ് പോണത്, സിവിലല്ലല്ലോ, ക്രിമിനലാണ്. അപ്പോൾ ഗവൺമെൻറ് വാദിയും ഇവരെല്ലാം പ്രതികളുമാണ്. ഇപ്പോൾ വാദികൾക്ക് 5 വീതം മുടക്കേണ്ട കാര്യമില്ല, ഇവർ പ്രതികളാണ്. ഇവർക്ക് വല്ല പാസ്പോർട്ടും കിട്ടുക, വല്ല കാലത്തും രക്ഷപ്പെടാപ്പെട്ട് പോകാൻ പറ്റുക, അന്വേഷണം വരുമ്പോൾ ഒക്കെ എല്ലാം കുരുങ്ങി നാട്ടിൽ തന്നെ കിടക്കുകയും. ഇതിങ്ങനെ ഒരു കേസല്ല, അങ്ങനെ 9 കൊല്ലം പഴക്കമുള്ള കേസുണ്ട്. അതുപോലെ തന്നെ 3 കൊല്ലം പഴക്കമുള്ള കേസെല്ലാം വ്യത്യസ്തമായ കേസുകളാണ് ഉള്ളത്. 3 കൊല്ലം പഴക്കമുള്ള കേസ് ആ നാട്ടിൽ തന്നെയുള്ള ഒരു ക്ഷേത്രസമിതിയുമായിട്ടുള്ള കേസാണ്. 9 കൊല്ലം പഴക്കമുള്ള കേസെന്ന് പറയുന്നത് ഒരു സ്ഥലം വാങ്ങിക്കാൻ പുള്ളിക്കാരൻ ഒരു സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ ആ സ്ഥലം നേരത്തെ കണ്ടുവെച്ചെന്നൊരു വാങ്ങിക്കാൻ ആഗ്രഹിച്ച ആൾക്കാരുണ്ടായിരുന്നു. ഒരു കാര്യം പണപ്പൊക്കണ്ടില്ലേ, നമ്മളുമൊക്കെ സ്ഥലം മേടിക്കണതാണ്, നമുക്കൊരു പ്രശ്നവുമില്ല. ചില ആൾക്കാർക്ക് ഇങ്ങനെ പുറകെ നടന്ന് പ്രശ്നങ്ങളിങ്ങനെ പുറകെ നടക്കും. അങ്ങനെ ഒരാളാണ് ശരവണൻ. ഇവർ ആ വാങ്ങിച്ച സ്ഥലത്ത് താമസിക്കാൻ ചെന്നപ്പോഴെന്താണ്, ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിച്ചു പോയ ആൾക്കാർ ഇവരുമായിട്ട് ബോൾത്തായി, അടിപിടിയായി, അതും കേസായി 9 കൊല്ലം. അപ്പോൾ 14 കൊല്ലത്തെ കേസ്, 9 കൊല്ലത്തെ കേസ്, 3 കൊല്ലത്തെ കേസുകൾ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശരവണത് പറയുന്നുണ്ട്, ജഡ്ജി വരുമ്പോൾ APP വരത്തില്ല, APP വരുമ്പോൾ വക്കീൽ വരത്തില്ല, വക്കീൽ വരുമ്പോൾ സാക്ഷിയായ പോലീസ് വരത്തില്ല. ഞാനും എൻ്റെ 2-3 കേസുള്ളതിന് ഞാനും കോടതി അനുഭവിക്കുന്ന പ്രശ്നമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായ കേസ്. ഞാനൊരു അർത്തിങ്കൽ പഞ്ചായത്ത് വേണമെന്നും പറഞ്ഞ് അവിടെ കളക്ടറിൻ്റെ വാതിക്ക് സമരം ചെയ്ത് കടൽ കയറിയപ്പോൾ ഈ നേരെ പടിഞ്ഞാറ് കാട്ടൂർ റോഡ് ഉപരോധം സമരത്തിൽ പങ്കെടുത്ത് എല്ലാം കേസായി. സാമൂഹ്യ പ്രശ്നങ്ങളാണ്, സാമൂഹ്യ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന കേസുകളാണ്. പക്ഷേ നമ്മൾ കോടതി ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നം അതാണ്. കാര്യം എന്താണ്, APP വരേണ്ട സമയത്ത് ജഡ്ജി വരത്തില്ല, ജഡ്ജി ഉള്ളപ്പോൾ സാക്ഷിയായിട്ടുള്ള പോലീസ് വരത്തില്ല. അപ്പോൾ നമ്മൾക്ക് മാറ്റി വെക്കും. 14 കൊല്ലം കേസ് മാറ്റി വെച്ചിരിക്കുകയാണ്. 14 കൊല്ലം കേസ് മാറ്റി വെച്ചപ്പോൾ എത്രയോ രൂപ വക്കീലിന് കൊടുക്കേണ്ടി വരും, എത്രയോ രൂപ വക്കീലിന് കൊടുക്കേണ്ടി വരും. എത്രയോ നമ്മുടെ ജോലികളിൽ ഒരു ആഴ്ചയിൽ ഒരു മാസം ഒരു ദിവസം വെച്ച് എത്രയോ വർക്കിംഗ് ഡേയ്സ് നഷ്ടപ്പെടും. എത്രയോ സാമ്പത്തിക ബാധ്യതയും ഭാരവും ഉണ്ടാകും ഇതുപോലെ.
അപ്പോൾ ഇതെല്ലാം അതാ മനുഷ്യൻ കുരുങ്ങി മടുത്ത് കഴിഞ്ഞപ്പോൾ അവസാനമാണ് ഈ നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്കെല്ലാം കിട്ടണത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി നടന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ മനസ്സിലായി ഈ സഞ്ചാരി മാതാവ് എങ്ങനെ ജഡ്ജിയോട് വന്ന് നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രശ്നം തീരും. പ്രശ്നമാണ് ഒരു മനുഷ്യൻ ഇവിടെ വരുമ്പോൾ ചില ആൾക്കാർ ഇവിടെ വന്ന് കറങ്ങിത്തിരിഞ്ഞ് നോക്കി എന്നിട്ട് പറയും അവിടെ കച്ചവടം ഇവിടെ കച്ചവടം എടുത്തിട്ട് ബിസിനസ് സെൻറ്റർ പോലെ തോന്നാറില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളാണിവിടെ കുർബാനപ്പണം പോലും എഴുതി വെച്ചിട്ടില്ല, കുർബാനപ്പണം മെഡിക്കൽ സ്ഥലമൊന്നും പോലും എഴുതി വെച്ചിട്ടില്ല. എന്നാലും ചിലർക്ക് ആ കണ്ണോടുകൂടി കാണുന്നവർക്ക് അങ്ങനെ തോന്നും. പക്ഷേ ശരവണന് മനസ്സിലായത് ഈ സഞ്ചാരി മാതാവ് എങ്ങാനും ജഡ്ജിയോട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രശ്നം തീരുമെന്ന്. അത് പറഞ്ഞാണ് അദ്ദേഹം ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തിട്ട് ഈ മനുഷ്യൻ ഈ വിഷയത്തിൽ തന്നെ അമ്മയെ ജഡ്ജിയെ കാണണം, APPയെ കാണണം, അതുപോലെ തന്നെ വക്കീലിനെ കാണണം. ഇവരെല്ലാം കൂടി ഒരുമിച്ച് വന്ന് എൻ്റെ കേസ് തള്ളിപ്പോണം, അമ്മ തന്നെ കോടതി വരണം. ഇത് നമ്മൾ പറയുമ്പോൾ വളരെ നമുക്ക് ആ മനുഷ്യൻ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ചങ്കെക്കൊണ്ടുള്ള ഒരു ഏർപ്പാടാണെന്ന്. ചില ആൾക്കാർക്ക് ഉടമ്പടി ചുണ്ടേക്കൊണ്ടുള്ള ഏർപ്പാടാണ്. എന്തോ ഒരു പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലിയിട്ട് അവരാ പടം മടക്കി വെക്കും. അത്രേ ചെയ്യത്തുള്ളൂ ഉടമ്പടിയിൽ. രാവിലെ എഴുന്നേറ്റ് നീലത്തിരി കത്തിച്ച് പ്രത്യക്ഷയുടെ പ്രാർത്ഥന എന്ന് പറയും. പ്രാർത്ഥന ചൊല്ലിയ അവരെ അതുകൊണ്ട് ക്ലോസ് ചെയ്യും. അതാണ് ചുണ്ടേക്കൊണ്ട് ചെല്ലണത്. ഈ ജന്മ ഉടമ്പടി എടുത്താൽ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. കാര്യം എന്താണ്? ഉടമ്പടിയുടെ കാമ്പിലേക്ക് പോകുന്നില്ല. ആ ചുണ്ടുകൊണ്ടുള്ളൊരു വ്യാപാരം കൊണ്ട് ചാപ്റ്റർ ക്ലോസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് ശരവണൻ ചുണ്ടേക്കൊള്ളുകയല്ല, ചങ്കേക്കൊള്ളുകയാണ്. അമ്മ ഓഫീസിൽ വരുമെന്നും ജഡ്ജിയെ കാണുമെന്നും ആ മനുഷ്യൻ വിശ്വസിക്കുക മാത്രമല്ല അമ്മയോട് പറയുകയും ചെയ്യും അമ്മ വരണം, അമ്മ വന്നില്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല, അമ്മ വന്നില്ലെങ്കിൽ. പക്ഷേ അമ്മ വന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലനിൽപ്പില്ലെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി അമ്മയോട് വളരെ പൈതൃകമായ മാതൃത്വപരമായിട്ട് ആ ഒരു മൈൻഡ് സെറ്റോടു കൂടി നമ്മളെ വിശ്വസിച്ച് അമ്മയോട് നമ്മുടെ ജീവിതം ഏൽപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ഈ ശരവണൻ്റെ കോടതിയിൽ മാതാവ് ചെല്ലും. ഒരു കേസല്ല, ആ 14 കൊല്ലമുള്ള കേസും 9 കൊല്ലമുള്ള കേസും 3 കൊല്ലമുള്ള കേസും എത്രയും പെട്ടെന്ന് കോൾ ഫോർ ചെയ്ത് തീർപ്പാക്കിയിട്ട് മൊത്തം പിരിച്ചുവിട്ട് ഈ മനുഷ്യൻ ഫ്രീ ആകും. കൈയിട്ടിച്ച് കർത്താൻ പരമദിവ്യകാരുണ്യത്തിന് നിങ്ങൾ ആദ്യം ചിന്തിച്ചത് ഒരു കേസ് 14 കൊല്ലത്തെ കേസ് മാറിയത്. അങ്ങനെയല്ല, വിതിൻ നോ ടൈം, ഷോർട്ട് ടൈമിലാണ്. സമയച്ചുരുക്കം ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമ്മതുകളൊന്നാണ് സമയച്ചുരുക്കം. ഈ സമയച്ചുരുക്കം 14 കൊല്ലത്തെ വിഷയം, 9 കൊല്ലത്തെ വിഷയം, 3 കൊല്ലത്തെ വിഷയം പല പല കോടതിയിലാണ്. അപ്പം എല്ലാ കോടതി, അതായത് 3ാമത്തെ കേസ് ചെയ്യുമ്പോൾ ഇവനിങ്ങനെ ഉടമ്പടി കാശുരൂപ ഇങ്ങനെ മുത്തിക്കൊണ്ട് ആണ് പ്രാർത്ഥിക്കണത്, പ്രത്യക്ഷനെ പ്രാർത്ഥിച്ചാലണത്. എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. കാര്യം SA ആണ് വിളിപ്പിച്ചിരിക്കുന്നത്. SA വിളിപ്പിച്ചിരിക്കുമ്പോൾ കേസ് കൊടുത്ത ആൾക്കാരുടെ പക്ഷത്ത് SA നിൽക്കരുത്. അമ്മ SAയോട് പറയണം, അവർക്ക് സംസാരിക്കാൻ അമ്മ ഒരു അവസരം കൊടുക്കരുത്. അവർ ചോദിക്കുക മാത്രമേ ചെയ്യാവൂ. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഫിറ്റ് ചെയ്യണമെന്നറിയാവോ? അതായത് ചോദിച്ചു വരുമ്പോൾ ആരെങ്കിലും നുണ പറയും, പിന്നെ അതിനെ ഉറപ്പിക്കാൻ വേണ്ടി അവർ വേറെ നുണ പറയും, പിന്നെ ഇത് ഇവിടെ ചെന്ന് എത്താൻ വരും. പക്ഷേ എന്നാ പറ്റിയണത്? ഈ ശരവണം പറഞ്ഞ പോലെ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരെ കൊണ്ട് സംസാരിപ്പിക്കത്തില്ലെന്ന്. എന്നിട്ട് ഈ മനുഷ്യൻ ഈ ഉടമ്പടി കാശുരൂപ മുത്തിക്കൊണ്ട് പ്രത്യക്ഷനെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരിക്കും അവിടെ നിന്നുണ്ട്. വിശ്വാസം പ്രയോഗിക്കുന്നതാണ് പ്രശ്നം. നമുക്കറിയാം വിശ്വാസത്തെ പ്രയോഗിക്കുന്ന രീതികൾ, അതിൻ്റെ അകത്ത് നമ്മുടെ സിൻസിയറിറ്റി വേണം. വിശ്വാസ പ്രയോഗത്തിൽ നമ്മുടെ സിൻസിയറിറ്റി, നമുക്ക് ഇതിനകത്ത് വരണത് നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആത്മാർത്ഥത. പലർക്കും പറ്റുന്ന ഒരു അബദ്ധം, അംബിഗസ് ആയിട്ടാണ് ഇത് പറയണത്. ഒക്കെ ആയിരിക്കും അല്ലേ,
ഒക്കണം. ഒത്തില്ല പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അവർ കുറച്ച് ആശങ്കകളും കുറച്ച് സമർപ്പണവും എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞാണ് പോണത്. അങ്ങനെ ഈ മനുഷ്യനെ അങ്ങനെയല്ല, ഇത് പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിക്കുകയാണ്. വിശ്വസിച്ചിട്ട് അമ്മയോട് സംസാരിക്കുകയാണ്. അതൊരു ഇൻറ്റിമസിയുടെ ലെവലിലേക്ക് അത് കാര്യങ്ങൾ മാറും. അപ്പോൾ പറയും, ഞാൻ എസ്ഐയോട് സംസാരിക്കും, മറ്റുള്ളവരെ നിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവർ മൂന്ന് വഴിക്ക് പോകണമെന്നൊക്കെ കാണാം എന്നൊക്കെ ശരവണൻ സാക്ഷ്യത്തെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംഭവിക്കും. എന്നുവെച്ചാൽ നമ്മൾ ദൈവമായിട്ട് സിൻസിയറായിട്ട് ഒരു ഇൻറ്റിമസി ആയ, അതിന് ശരവണൻ പറഞ്ഞ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ കള്ളമില്ലെങ്കിൽ, കേസിൽ കള്ളമില്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. മനസ്സിലായി? അതാണ് പറയണത്. എന്തെങ്കിലും കള്ളക്കേസ് കൊടുത്തിട്ട് സഞ്ചാരി മാതാവ് കോടതി അവനെന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും പണിയായിരിക്കും. അങ്ങനെയല്ല, നമ്മുടെ ഉള്ളിൽ കള്ളമില്ല. ശരവണത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ കള്ളമില്ലെങ്കിൽ, നമ്മൾ കൊടുത്തിരിക്കുന്ന സത്യത്തിൻ്റെ ഭാഗത്താണ് നമ്മളെങ്കിൽ, ഉടമ്പടിയിൽ ദൈവം നമ്മുടെ കൂടെ കേസിൻ്റെ കൂടെ വരും. അതുകൊണ്ട് ആ സാക്ഷ്യം അവസാനിക്കുന്നത്, ഞാൻ നിത്യവും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുമെന്നാണ്. കൈയിട്ടിച്ച് ഈ പ്രസൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസൻസ് സംഭവിക്കണത്? സാന്നിധ്യം സംഭവിക്കണത് എന്തുകൊണ്ടാണ്? സാന്നിധ്യം നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ, നമ്മൾ വേദനപ്പെട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രകടമാകണത്? അതിൻ്റെ കാരണം അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമായത് കൊണ്ടാണ്. ഉടമ്പടി എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയ പ്രാർത്ഥനയാണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ പ്രാർത്ഥനയാണ്. വാഗ്ദാനം എന്താണ്? വാഗ്ദാനം തന്നെ എത്രയോ പ്രാവശ്യം വാഗ്ദാനത്തിലുണ്ട്. ഐ വിൽ കം വിത്ത് യു എന്ന്. ഇപ്പോൾ ഐസയായുടെ വാഗ്ദാനം എന്താ? ഐസയായുടെ തിരുവചനങ്ങൾ 41:10. ശ്രദ്ധിക്കട്ടെ. ഐസയ 41:10. ഭയപ്പെടേണ്ട, ഏറ്റു പറഞ്ഞ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഒന്ന് പറഞ്ഞേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. നെക്സ്റ്റ് വേഴ്സിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യാം. എന്റെ വിജയകരമായ വലത് കരത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്താം. ഇതിൻ്റെ അകത്ത് കുറേ വാഗ്ദാനങ്ങളുണ്ട്. ഈ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം വെറുതെ ഒരു കേവലമായ ഇനാക്റ്റീവ് പ്രസൻസ് അല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അതായത് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ സംഭ്രമിക്കേണ്ട. ഇപ്പം എന്തൊരു സംഭ്രമമാണ് കേസിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന. ശരവണയെ 3 കേസല്ലേ ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവിക സംഭ്രമം ഉണ്ടാകും. പല ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതികൂലമായ പ്രതിലോമ സാഹചര്യങ്ങളെല്ലാം നമുക്കുണ്ടാക്കുന്ന സംഭ്രമമാണ്. ഈ സംഭ്രമത്തിന് ഉണ്ടാകുന്ന ഒരു ഒറ്റമൂലി തന്നെയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ആ ഉടമ്പടിയിൽ ആ സംഭ്രമം എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? ദൈവം തൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ഉടമ്പടി എന്തുമാത്രം പ്രസൻസാണ് പറയണത്. പ്രസൻസ് വ്യത്യസ്തമായ മേഖലകളിലൊക്കെ പ്രസൻസ് പറയണില്ലേ? അത് ദൈവസാന്നിധ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ പറയല്ലേ, ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്കൊരു ധൈര്യമായി. എന്താ ഉടമ്പടി എടുത്തപ്പോൾ ധൈര്യമായത്? ഇനി ദൈവം നോക്കിക്കൊള്ളുമെന്ന്. എൻ്റെ കാര്യം എന്ത് വിഷയമായാലും ഇനി ദൈവം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ആൾക്കാരെ ഉടമ്പടി എടുക്കുന്നവർ വളരെ കൃത്യമായിട്ടാണ് ആ സംഭവം എടുക്കുന്നത്.
എടുത്തിട്ട് അവർ ദൈവത്തെ കൂടെ നിർത്താൻ പറ്റുന്ന, ഇപ്പം നമ്മൾ ദൈവം കൂടെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ വിശുദ്ധി പാലിക്കണമെന്ന് പറയണത്. അതാണ് പ്രശ്നം. നമ്മൾ എന്തുകൊണ്ടാണ് വിശുദ്ധി പാലിക്കണമെന്ന് പറയണത്? കരിസ്മാരിക് ധ്യാനത്തിലുള്ള വിശുദ്ധി പാലിക്കണമെന്ന് പറയുന്ന ഉദ്ദേശത്തിലല്ല ഉടമ്പടി പറയണത്. ഉടമ്പടിയുടെ വാഗ്ദാനത്തിൻ്റെ ബേസിലാണ് വിശുദ്ധി പാലിക്കാൻ പറയണത്. വാഗ്ദാനം എന്താണ്? വാഗ്ദാനം ഇപ്പോൾ 17:1 1-2 നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം. എന്താണ്? നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, പിന്നെ വിശുദ്ധിയിൽ വ്യാപരിക്കണം. ഇപ്പോൾ ദൈവം ഇപ്പം മോശസിനോടും പറയണതും എബ്രഹാത്തിനോടും പറയണതും പ്രസൻസിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ ഉടമ്പടി എടുക്കുമ്പോൾ മറ്റേത് പ്രാർത്ഥന എടുത്താലും ഈ പ്രസൻസ് അതിൻ്റെ അകത്ത് വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങൾ പറയത്തില്ലേ, പ്രമാണത്തിൽ അച്ഛാ വീട് വെക്കാൻ പറ്റണില്ല, അച്ഛാ ഇത് വിൽക്കാൻ പറ്റണില്ല, ഈ സ്ഥലം ചില പറയും അച്ഛാ ഈ സ്ഥലം വിൽക്കാൻ പറ്റണില്ല. എന്താണ് കാരണം? അതിൻ്റെ വഴി പ്രമാണത്തിൽ വിളിച്ച് പറഞ്ഞിട്ടില്ലെന്ന്. അതാണ് പ്രശ്നം. ഉടമ്പടി എന്ന് പറയുമ്പോൾ ഉടമ്പടിയിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള സംഭവമാണ്. എന്താണ്? പ്രസൻസ്. അപ്പം ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, പ്രസൻസ് നിങ്ങൾക്കറിയാമല്ലോ. അതായത് മോസസ് മരിക്കാൻ പോകുന്ന ഒരു സമയമുണ്ട്. മോസസ് ഉടമ്പടിയുടെ ഏറ്റവും ശക്തരായ പ്രവാചകന്മാരിൽ ഒരാളാണ് മോസസ്. മോസസ് ഒരു ജനതയെ മരുഭൂമിയിൽ എങ്ങും എത്താതെ നിൽക്കുകയാണ്. വാഗ്ദാന നാട്ടിലെത്തിയിട്ടില്ല, ജോർദാൻ പോലും കടന്നിട്ടില്ല. ആ സമയത്ത് വെച്ച് മൊവാബിൽ വെച്ച് മോസസ് മരിക്കാനാകുമ്പോൾ ജോഷുവാനെ വിളിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ യോശുവ നിങ്ങളെ നയിക്കും. അതായത് മോസസ് കാലയവനികയ്ക്കുള്ളിലേക്ക് പിരിയുകയാണ്. ഇത്രയും നാൾ അവർക്ക് വെളിച്ചവും തീത്തൂണുമായി ദൈവം തന്നെ മേഘസ്തംഭവും തീത്തൂണുമായിട്ടൊക്കെ നയിച്ചത് ഈ മോസസിൻ്റെ മധ്യസ്ഥ ശക്തിയിലാണ്. ആ മോസസ് എന്ന് പറയുന്ന മഹാപ്രകാശമാണ് ഇസ്രായേലിൻ്റെ മുമ്പിൽ അണഞ്ഞു പോകുന്നത്. അണഞ്ഞു പോകുമ്പോൾ മോസസ് കൊടുക്കുന്നൊരു പ്രത്യാശയാണ്. എപ്പോഴും നമ്മൾ വിചാരിക്കണം, അത് ഈ പ്രസൻസാണ്. നമ്മുടെ ജീവിതത്തിലുമൊക്കെ ആരെയും പ്രസക്തമല്ലാത്ത രീതിയിലാണ് ദൈവം ഈ ഭൂമിയിലെ ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ആരെയും ആശ്രയിച്ചല്ല ഈ ഭൂമിയിൽ ജീവിതം, ഭർത്താവിനെ ആശ്രയിച്ചല്ല ഭാര്യയെ ഈ ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭാര്യയെ ആശ്രയിച്ചുമല്ല ഭർത്താവിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മക്കളെ ആശ്രയിച്ചല്ല മാതാപിതാക്കന്മാരെ ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാതാപിതാക്കന്മാരെ ആശ്രയിച്ചല്ല മക്കളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ആ പാഠം നമ്മൾ പഠിക്കാത്ത കൊണ്ടാണ് ആരെങ്കിലും ഒരാൾക്ക് രോഗം വന്നു, അയ്യോ ഞാനെന്ത് ചെയ്യുവേ, ഈ അതിയായി എങ്ങാനും അസുഖം വന്നാൽ പിന്നെ വീട്ടിലെങ്ങനെ കഞ്ഞി വെക്കുമെന്ന് പറഞ്ഞ് കാറി നിലവിളിച്ച് അതിയാന് രോഗം വന്ന് മരിക്കണമെന്ന് ആത്മഹത്യ ചെയ്യാൻ പോണ ഭാര്യമാരില്ലേ? അതാണ് പ്രശ്നം. അത് പ്രശ്നമാണ്. ജീവിതം എന്ന് പറഞ്ഞ ഒരു നിലപാടാണ്. വിശ്വാസി എന്ന് പറയണത് വേറൊരു വിഷയമാണ്. ഇപ്പം എന്താ, മോസസ് മരിക്കാൻ പോവുകയാണ്. മോസസ് ഇന്ന് വരെ ദൈവത്തോട് സംസാരിച്ച മനുഷ്യൻ, ഈ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാണ്ടാകാൻ പോവുകയാണ്. ഭൗതികമായിട്ട് ആ മനുഷ്യനില്ല, നാളെ ആ മനുഷ്യനില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഒരു ജനതയെ ഇരുട്ടിൽ നിർത്തി മരുഭൂമിയിൽ ആടുകൾക്ക് തുല്യം അലയാൻ വിട്ടിട്ട് ഒരാൾ കാവനെയും ഇവനേക്കുള്ളിൽ പോകുമ്പോൾ കൊടുക്കുന്ന അഷുറൻസ് എന്താണ്? ഈ പ്രസൻസിനെ കുറിച്ചാണ്. 31:8 വരെ വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. നിയമാവർത്തനം 31:6. ശക്തരും ധീരരുമായിരിക്കുവിൻ. പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുവിൻ. ഭയപ്പെടേണ്ട. അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. എൻ്റെ മക്കളെ, ഇതെന്ന് വെച്ചാൽ ശക്തനായിരിക്കുക, ശക്തയായിരിക്കുക, ധീരനായിരിക്കുക, ധീരയായിരിക്കുക, പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണത് എന്ത് ഗ്യാരണ്ടിയിലാണ്? പ്രസൻസിൻ്റെ ഗ്യാരണ്ടിയിലാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വാഗ്ദാനത്തിലാണ്.
എൻ്റെ ദൈവപൈതരെ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ നീ വിശ്വസിക്കേണ്ടത് നിൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. നീ ശ്രദ്ധിക്കുക, നിൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ ഇന്നും ഒരു അവിശ്വാസിയെ തുടരുക എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളിലെ സംഭ്രമിപ്പിക്കേണ്ട സാഹചര്യങ്ങളിലെ നിന്റെ ദൈവിക വാഗ്ദാന പ്രകാരം എൻ്റെ സാന്നിധ്യം എനിക്ക് മുമ്പേ പോകുന്നു എന്നുള്ള ശാശ്വതമായ വാഗ്ദാനത്തെ ഞാൻ അനുസ്മരിക്കുകയും പ്രഖ്യാപിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്ന തകർച്ച വന്നാലേ, എന്തെങ്കിലും ഒറ്റക്കായി പോകുന്ന തോന്നിയാലേ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇല്ല. ഒറ്റക്കായി പോകുന്ന സ്റ്റാറ്റസ് ഇല്ല, ഒരിക്കലും ഉണ്ടാകത്തുമില്ല. അവിശ്വാസികളുടെ ജീവിതത്തിലുണ്ടാകും. അവർക്ക് 1000 പേര് കൂടെ നിന്നാലും ആരും ഇല്ലെന്ന് തോന്നിപ്പോകും. മനസ്സിലായി? ആരും കൂടെ ഇല്ലെങ്കിലും അത് നോക്കിയേ, മോശസ് മരിക്കാൻ നേരം 31:1 എടുത്തേ, 31:2 മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. നിയമാർത്ഥം 31:2 അവൻ പറഞ്ഞു എനിക്കിപ്പോൾ 120 വയസ്സായി. നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാതായി. ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ല. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കാം. ചില ആൾക്കാർ ജോലി ചില സമയത്ത് പോകും, ചില സമയം ജോലി പോകും, വരുമാനം നഷ്ടപ്പെടും, കുടുംബത്തെ നയിക്കാൻ ശക്തി ഇല്ലാണ്ടായി പോകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൈയും കാലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ കൈകാലിട്ട് അടിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു നിങ്ങൾ ഒറ്റക്കായി പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ ഉടമ്പടി സാക്ഷ്യം എടുത്ത് കേൾക്കണം. എന്താണ്? തൻ്റെ വാഗ്ദാനങ്ങൾ വാക്ക് പാലിക്കുന്ന ദൈവത്തെ കണ്ടെത്താൻ കഴിയും. കൈയിടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. മുട്ടയിട്ട് കഴിഞ്ഞിട്ട് അടയിരിക്കണം, അതാണ് പ്രശ്നം. ചില പക്ഷികളൊക്കെ സ്വാഭാവികമായ രീതിയിൽ മത്സ്യങ്ങളെ പ്രത്യേകിച്ച് മുട്ടയിട്ടിട്ട് അതുങ്ങളെ പോയി കളയും അവിടുന്ന്. ചിലത് മാത്രമാണ് അടയിരിക്കണത്. ഉടമ്പടിയുടെ രീതി, നമ്മൾ ഉടമ്പടി ചെയ്ത വചനത്തിൽ നമ്മൾ അടയിരിക്കേണ്ടി വരും. നമ്മുടെ പ്രാർത്ഥനയുടെ, വിശ്വാസത്തിൻ്റെ, നമ്മുടെ വിശ്വസ്തയുടെ ചൂട് കൊണ്ടാണ് ഇത് വിരിയണത് ശരിക്കും. അപ്പം നിങ്ങളിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കറങ്ങി നടന്നിട്ട് കാര്യമില്ലെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഉടമ്പടി എടുത്താൽ ആ എല്ലാം വിരിയും, വിരിയാതെ ഒന്നും ഇരിക്കത്തില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ അതിൻ്റെ കൂടെ വിശ്വസ്തതയും വിശ്വാസവും, വിശ്വസ്തതയെന്ന് പറയുമ്പോൾ നമ്മൾ കാണിക്കുന്ന എല്ലാ സൽപ്രവൃത്തികൾ, പ്രാർത്ഥനയെല്ലാം വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മൾക്ക് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലുന്നു അല്ലേ, അത് നമ്മുടെ വിശ്വാസത്തിൽ നിന്നുള്ളതാണ്. പക്ഷെ നമ്മൾ രോഗികളെ പോയി കാണുന്നു, അതുപോലെ തന്നെ അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നു, സുവിശേഷം പ്രചരിക്കുന്നു, അതുപോലെ തന്നെ കർത്താവിനെ അറിയാത്ത അറിയിക്കാൻ വേണ്ടി കൃപാസനം പത്രം മിഷൻ ജോലി ചെയ്യുന്നു. അതെല്ലാം വിശ്വസ്തതയുടെ ഭാഗമാണ്. വിശ്വാസത്തെക്കാളുപരി വിശ്വസ്തതയാണ്. ഇതെല്ലാം ഒരു തരം മുട്ടയുടെ പുറത്തിരുന്ന് ചൂട് കൊടുത്ത്, വിശ്വസ്തതയുടെ ചൂട് കൊടുത്ത് ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളുടെ മുട്ടകളെ നമ്മൾ വിരിയിക്കുന്നതിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഇട്ടിട്ട് ഉത്തരവാദിത്വമില്ലാതെ പോരുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഉടമ്പടി ചെയ്തിട്ട് അതിൻ്റെ കൂടെ അങ്ങ് നിൽക്കണം. അതുകൊണ്ടാണ് കൂടെ നിൽക്കാൻ പറ്റാത്തവർ ഞങ്ങൾ ഉടമ്പടി ചെയ്യിക്കാത്തത്. 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഇവർ ഉടമ്പടിയുടെ കൂടെ നിൽക്കുമോ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ചെയ്യിക്കത്തില്ല. 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഉടമ്പടിയുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഉടമ്പടി ചെയ്യിക്കത്തില്ല. അത് കാര്യത്തിൽ അവർ ചെയ്യും, ആ പ്രാർത്ഥനയൊക്കെ അവർ ചെയ്യും, അത്രയേ ഉള്ളൂ. പ്രാർത്ഥനയെ കൊണ്ട് ഇത് വർക്ക് ചെയ്യത്തില്ല. ഇതിൻ്റെ പിന്നിലുള്ള അവൻ പറയണ പോലെ ചെയ്യുന്ന കാര്യങ്ങളുടെ മേലെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യവും ഉടമ്പടിയുടെ ഭാഗമാണ്. അതിന് നിങ്ങൾക്ക് വേണ്ടത് എന്താ? നിങ്ങൾക്ക് പലർക്കും ഉള്ളത് ക്ലാപ്പ് പേപ്പർ നോക്കുമ്പോൾ എങ്ങനെ അച്ഛൻ കണ്ട അച്ഛൻ ചോദിക്കുമെന്നാണ് പറയണത്. അതാണ് പ്രശ്നം. ഞങ്ങളും അങ്ങനെ തന്നെ നിങ്ങളെ പഠിപ്പിച്ചിരിക്കണത്. അത് ഈ പിള്ളേരൊക്കെ വളർന്നു വരുമ്പോൾ ഈ പിള്ളേരെ ഇരുട്ടത്ത് പോകാതിരിക്കാൻ വേണ്ടി പണ്ടത്തെ അമ്മാമ്മമാർ പറയത്തില്ലേ, കോക്കോ വരും എന്നൊക്കെ പറയത്തില്ലേ, പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടി ചാത്തം വരും എന്നൊക്കെ പറയത്തില്ലേ.
അതുപോലെയാണ് ഈ ക്ലാപ്പ് പേപ്പർ അച്ഛൻ നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ നോക്കുന്ന കാര്യം സത്യമാണ്. എങ്ങനെ എൻ്റെ കണ്ണിൽ നിങ്ങൾ ഫ്രോഡായിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പാക്ക് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അതായിരിക്കത്തില്ല അതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടാകണം. ഉടമ്പടി കത്തണത് എപ്പോഴും ദൈവസ്നേഹത്തിലാണ്, ദൈവത്തോടുള്ള വ്യക്തിപരമായ സ്നേഹം. ഈ വ്യക്തിപരമായ സ്നേഹമുള്ളവർക്കുള്ള ഗുണം എന്താണെന്നറിയാവോ? വ്യക്തിപരമായ ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ ദൈവം പറയുന്നതിൻ്റെ ഇരട്ടി നമ്മൾ ചെയ്യും. ഉടമ്പടി എപ്പോഴും കത്തണത് ഇരട്ടി ചെയ്യുമ്പോഴാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അങ്ങനെയാണ്. ഈശോ എന്താ പറഞ്ഞ? പഴയ നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് നീ ഇപ്പോൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉൽപ്പത്തി 24:14. യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ. ഉൽപ്പത്തി 24:14. നിന്റെ കുടം താഴ്ത്തി തരിക, ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞ, നിന്റെ കുടം താഴ്ത്തി തരിക, നിന്റെ കുടം താഴ്ത്തി തരിക, ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക, നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടി ആയിരിക്കട്ടെ അങ്ങയുടെ ദാസനായ ഇസഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ. ദൈവം നിശ്ചയിക്കുന്ന അനുഗ്രഹത്തിന്റെ അടയാളം കണ്ടില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പറഞ്ഞാൽ 5 ചെയ്യുന്ന ആൾക്കാരല്ല, 10 പറഞ്ഞാൽ 20 ചെയ്യുന്ന ആൾക്കാരാണ്. ക്ലിയർ അല്ലേ? എന്താ പറഞ്ഞിരിക്കണത് ഇവിടെ? സിറ്റുവേഷൻ പറഞ്ഞു തരാം. അതായത് ഈ വചനത്തിൻ്റെ ഉൽപ്പത്തി 24:14 സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, എബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിന് വേണ്ടി ഒരു പെണ്ണ് കാണാൻ വേണ്ടി ഫ്രിത്യനെ വിടുന്നതാണ് രംഗം. അപ്പോഴെന്താ സംഭവിച്ചത്? എബ്രാഹത്തിൻ്റെ ഗോത്രത്തിലുള്ള ആൾക്കാരെ തന്നെ വേണം, അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ കലർപ്പുണ്ടാകുകയും അത് ശക്തി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് എബ്രാഹിം തീർച്ചയായിട്ടും നീ പെണ്ണ് കണ്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടാത്തവരിൽ പോവുക, പക്ഷേ വിശ്വാസത്തിന് വിരുദ്ധമായി ചെയ്യരുതെന്ന് എബ്രാഹാം തുടയിൽ വെച്ച് ഉടമ്പടി ചെയ്യിക്കും. കൈ തുടയിൽ വെച്ച് ഉടമ്പടി ചെയ്യിക്കും. ഉടമ്പടി ചെയ്തിട്ട് ആണ് വിടുന്നത്. ഇവൻ ആദ്യമായിട്ട് ഹരാനിൽ ചെല്ലുമ്പോൾ ഈവൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. ദാസൻ എന്നാ പ്രാർത്ഥന പ്രാർത്ഥിക്കണത്? കർത്താവേ, ഞാൻ കുടിക്കാൻ വേണ്ടി വെള്ളം കോരാൻ ഈ നാട്ടുകാരായ സ്ത്രീകൾ ഒത്തിരി കിണറ്റി വരുന്നുണ്ട്, കിണറ്റിൻ ചുവട്ടിലോട്ട് വരുന്നുണ്ട്. അങ്ങ് തന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടയാളത്തിലായിരിക്കും. ഞാൻ വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ അവരരയിലെ കുടം ഇങ്ങനെ കമത്തി എൻ്റെ കയ്യിലോട്ട് ഒഴിച്ചു തരും. എന്നിട്ട് അവരെന്നോട് പറയണം, നിനക്ക് മാത്രമല്ല നിൻ്റെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരി തരാം എന്ന് പറഞ്ഞാൽ, കർത്താവേ, ആ വ്യക്തിയായിരിക്കും നീ നിശ്ചയിച്ചിരിക്കുന്ന എൻ്റെ യജമാനായ എബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിൻ്റെ വൈഫ്, ഭാര്യ എന്ന് പറയും. അതാരാണ്? റബേക്കയാണ്. ശരിക്കും ഇവൻ ചെല്ലുമ്പോൾ തന്നെ റബേക്ക പറയണത് അതാണ്. ആദ്യമായിട്ടും കാണുകയാണ്. വെള്ളം ചോദിക്കുക പറയും, നിനക്ക് മാത്രമല്ല നിൻ്റെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരി തരാമെന്ന് പറയും. അപ്പോൾ ഇവൻ ദൈവത്തെ സ്തുതിക്കും. എന്താ പറയണത്? ഞാൻ പറഞ്ഞത് ദൈവം കേട്ടു. എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മാർത്ഥതയും അർപ്പണവുമാണ് ഉടമ്പടിയുടെ ജീവനെന്ന് പറയണത്. നിങ്ങൾ പലരും ഉടമ്പടി എടുക്കുമ്പോൾ അതൊക്കെ അച്ഛൻ അങ്ങനെയൊക്കെ പറയും, നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇവിടെ നിന്നുകൊണ്ട് ചില ചേടത്തിമാർ പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അവർ ഇവിടുത്തെ സ്റ്റാഫ് വന്ന് എന്നോട് പറയും, അവരങ്ങനെ പറയണല്ലോ അച്ഛാ, ഇവരെ കൊണ്ട് എന്തിനാണ് ഉടമ്പടിപ്പിച്ചത്? ഇവരിവിടുത്തെ ഉടായ്പ പറ്റിക്കാൻ വേണ്ടി ദൈവത്തിനെ പറ്റിക്കാൻ വന്നിരിക്കുകയാണെന്നൊക്കെ പറയും. ഞാൻ പറയും, എന്ത് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ എപ്പോഴും വർക്ക് ചെയ്യണത് ഈ ഉടമ്പടി എടുത്തിട്ട് അവർ തന്നെ അതൊക്കെ അങ്ങനെ പറയും, നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നാ ചിന്തിക്കണത്. പക്ഷേ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടി വർക്കൗട്ട് ചെയ്യാൻ എളുപ്പമാർഗ്ഗം എന്താണ്? ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വസ്തു വിറ്റ് കൃപാസനത്തിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വസ്ത്ര കാഴ്ച പരിപാടി എടുക്കണില്ല. പിന്നെ എന്ത് ഞങ്ങളെന്താ ചെയ്യണത്? നിങ്ങളെ കൊണ്ട് വലിയ മിഷണറിമാരാക്കും. അതാണ് ചെയ്യണത്. നിങ്ങളെക്കൊണ്ട് വലിയ മിഷണറിമാരാക്കും. മിഷണറിമാക്കിയിട്ട് എന്ത് പറയും? നിങ്ങൾ ചെയ്യണ ജോലി അത്
നിങ്ങളെ ഇരട്ടി ചെയ്യാൻ നോക്കണം. അത് എന്തേ ഞാനിങ്ങനെ പറഞ്ഞാൽ, എനിക്ക് ദൈവത്തിൻ്റെ ഈ മൈൻഡ് സെറ്റ് ബൈബിളിലുണ്ട്. നിൻ്റെ കൂടെ 1 മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ നീ അതാണ് സംഭവം. 5:41 എടുത്ത് മത്തായി 5:41. മത്തായി 5:41. 1 മൈൽ ദൂരം പോകാൻ ഒന്ന് പറഞ്ഞു, 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. മനസ്സിലായില്ലേ? മൈൻഡ് സെറ്റ് അതാണ്. അപ്പോൾ ഞങ്ങൾ ചിലപ്പോഴും ഈ ഒരാഴ്ചയിൽ 1 രോഗിയെ കാണാനാണ് പറയണമെങ്കിൽ നിങ്ങളെ 2 രോഗികളെ പോയി കാണണം. നിങ്ങൾക്ക് എന്താ കാണാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാണുമ്പോൾ കയ്യിൽ നിന്ന് കാശ് പുറകല്ലേ. ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടും ആ വണ്ടിക്കാശ് പോയി, ഇപ്പം ഇനി രോഗികളെ പോയി കണ്ടും കാശ് പോകാമെന്ന് വെച്ചാൽ, അങ്ങനെ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത ആൾക്കാർ, പണത്തിനും ദൈവത്തിനേക്കാൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നവർ പലപ്പോഴും ഉടമ്പടിയിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. കാര്യം നിങ്ങളെന്താ ചെയ്യണത്? ഇതൊന്നും ഇങ്ങനെയല്ല വർക്കൗട്ട് ചെയ്യേണ്ടത്. എന്തെനിക്ക് കിട്ടി അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഒരു ബിസിനസ് ലെവലിൽ ഉടമ്പടി വർക്കൗട്ട് ആകത്തില്ല. ഉടമ്പടി നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ സ്നേഹിക്കുന്ന ദൈവം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, നീ എവിടെ പോയാൽ നിൻ്റെ കൂടെ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദൈവം വാക്ക് പാലിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് വില കൊടുത്തും ഞാൻ ദൈവത്തിൻ്റെ വചനങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നത് എൻ്റെ ജീവിത ലക്ഷ്യമായി മാറും. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. എന്ന് വെച്ചാൽ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് മാക്സിമം ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വചനത്തിൻ്റെ സാക്ഷിയായി മാറാൻ വേണ്ടി നോക്കണം. അങ്ങനെ വരുന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിൻ്റെ ഒരു ആത്മാർത്ഥത ദൈവം വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് നിനക്ക് ഉടമ്പടിയുടെ ഫലങ്ങളിലേക്ക് നിന്നെ ക്ഷണിക്കും ദൈവം. ഒരിക്കലും ദൈവം ആദ്യം അടയാളം കാണിക്കാൻ പറയരുത്. മനസ്സിലായ? അത് മണ്ടത്തരമാണ്. ചില ആൾക്കാർ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ പറയും. എന്തെങ്കിലുമൊക്കെ ഉടമ്പടി വെച്ച 1-2 കാര്യങ്ങൾ നടക്കട്ടെ, എന്നിട്ട് ഞാനിങ്ങനെ ഉടുത്ത് കെട്ടി ഇറങ്ങാം സൽപ്രവൃത്തി ചെയ്യാൻ. നിൻ്റെ സൽപ്രവൃത്തി ചെയ്തിട്ട് ദൈവത്തിന് കഞ്ഞി വെക്കേണ്ട വല്ല കഥയുണ്ടാ? നീ എന്ത് ചിന്തിച്ച് നോക്കിക്കേ. നീ എന്താ പറയണത്? ഞാൻ ഉടമ്പടിയുടെ 1-2 അടയാളങ്ങൾ ദൈവം കാണിക്കട്ടെ, അങ്ങനെ കാണിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഇറങ്ങാമെന്ന് വെച്ചാൽ നിൻ്റെ സൽപ്രവൃത്തി കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. നിനക്ക് തന്നെയാണ്. നിൻ്റെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കുന്നതിനും നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരാൻ പറ്റുന്ന ദേശീയപാത ഒരുക്കുന്നതാണ് ഈ സൽപ്രവർത്തികളുടെ പ്രയോജനം. സൽപ്രവർത്തികൾ ഒരു ദേശീയപാത പോലെയാണ്. അതായത് നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന് കടന്നു വരാൻ പറ്റുന്ന വിശാലമായ ഒരു പാതയാണ് സൽപ്രവർത്തികൾ ഒരുക്കുന്നത്. ദാറ്റ് മീൻസ് നീ വിശ്വസിക്കുന്നതെല്ലാം സത്യമാണെന്ന് നീ പ്രയോഗത്തിൽ കാണിച്ചിട്ട് നിൻ്റെ സത്യസന്ധത ദൈവം മനസ്സിലാക്കുന്നത് നിൻ്റെ സുവിശേഷ പ്രവർത്തികളിലൂടെയാണ്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, സത്യമായിട്ട് നിൻ്റെ വചനം വിശ്വസിച്ചിട്ട് അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ ദൈവസ്നേഹത്തോടെ എന്നെ വളർത്തണമേ, എന്നെ ഉയർത്തണമേ. സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ലെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറയും. അതുപോലെ തന്നെ സ്നേഹത്തിൽ സംശയത്തിന് സ്ഥാനമില്ല. ഉടമ്പടി ഒരു സ്നേഹത്തിൻ്റെ പദ്ധതിയും പ്രക്രിയയുമാണ്. ശരിക്കും ഉടമ്പടി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പം ഗംഗ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ഹിമവത്സനുവിൽ നിന്നാണ് ഗംഗ ഉത്ഭവിച്ചു വരുന്നത്. ഉടമ്പടി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഉടമ്പടി നമ്മുടെ ഉള്ളിലെ ദൈവസ്നേഹത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഉള്ളിലെ സ്നേഹത്തിൽ നിന്നുമാണ് ഈ ഉടമ്പടി വരണത്.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വേറെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിനും ഉടമ്പടിയിൽ വിലയില്ല. നിങ്ങൾ പറയത്തില്ല ആദ്യം ആ ദൈവം അടയാളം കാണിക്ക്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടുത്ത് കെട്ടി സ്വൽപ്പവൃത്തിക്ക് ഇറങ്ങാമെന്ന് പറയത്തില്ലേ. നിങ്ങൾ ഇറങ്ങിയിട്ട് ആർക്ക് കഞ്ഞി വെക്കാനാണ്? ഒരു കഥയുമില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് ഉടമ്പടിയുടെ ബേസിക് എന്ന് പറയുന്നത് ദൈവസ്നേഹം. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നിയമാവർത്തനയില്ലേ, നിയമാവർത്തനം 7:9 എന്ന് നോക്കിയേ. ശ്രുതികടെ ഹല്ലേലൂയ. നിയമാവർത്തനം 7:9. നിയമാവർത്തനം 7:9. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട്, തന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന വിശ്വസ്തനായ ദൈവം ആണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. എന്തിൽ നിന്നാണ്? തൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തിൽ നിന്നാണ് വരുന്നിരിക്കുന്നത് ഉടമ്പടി. ഒന്നിന് വായിച്ച വചനം, നിയമാവർത്തനം 7:9 ഒന്നിന് വായിച്ചേ. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തന്നെ സ്നേഹിക്കുക. അപ്പോൾ ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക. അല്ല LTS പാസ്സാക്കണോ? അല്ല, അതൊക്കെ ഇതിൻ്റെ ഇഫക്റ്റാണ്. നിങ്ങൾ അതുമാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ നടക്കത്തില്ല ഈ സംഭവം. ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞത് എന്താണ്? നിൻ്റെ ദൈവത്തെ ഏറ്റവും അടുത്ത് ഇക്കാലങ്ങളിലെല്ലാം അതിൽ നിന്ന് സ്നേഹിക്കുന്നതിൽ നിന്ന് നിലവാരമുള്ള ഒരു ദൈവസ്നേഹ മനുഷ്യബന്ധത്തിലേക്ക് ഉടമ്പടി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഒന്നിനു വായിച്ച വചനം, തന്നെ സ്നേഹിക്കുകയും തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. അപ്പൊ ഈ തന്നെ സ്നേഹിക്കുന്നവരോട് ദൈവം കാണിക്കുന്നത് എന്താണ്? അചഞ്ചലമായ സ്നേഹം തലമുറകളോളം കാണിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ അലീന എന്ന് പറഞ്ഞൊരു മോളൊരു സാക്ഷ്യം ഉണ്ടായി. അലീനയുടെ സാക്ഷ്യം അനീറ്റ ഫിലിപ്പ്, കാസർഗോഡ്. ഹൃദയാർജകമായ ഒരു സാക്ഷ്യമാണ്. അനീറ്റ ഫിലിപ്പ്, കാസർഗോഡ്. അവരുടെ പ്രശ്നം, അവർ ഇറ്റലി വർക്ക് ചെയ്യുന്നവരാണ്. നാട്ടിൽ ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചപ്പോൾ പെട്ടെന്ന് വന്നതാണ് 10 ദിവസത്തെ ലീവിന്. പക്ഷെ അത്യാഹിതം സംഭവിച്ചു. മരിപ്പെല്ലാം കഴിഞ്ഞ് അടക്കമെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു പോകേണ്ട കാലമായപ്പോൾ അവരുടെ അയൽവാസിയുടെ ഒരു തെങ്ങ് മണ്ട ഒടിഞ്ഞ് അവരുടെ കാറിൻ്റെ മുകളിൽ വന്ന് വീണ്. അപ്പോൾ അവരുടെ 3.5 വയസ്സുള്ള ഇസബെല്ല എന്ന് പറഞ്ഞ കുഞ്ഞ് ഇതിൻ്റെ അടിയിലായിപ്പോയി. അതൊരു വല്ലാത്ത ഒരു അവസ്ഥയായിപ്പോയി. കൊച്ചിനെ കാറിൻ്റെ അടിയിൽ നിന്നാണ് ഊരിയെടുത്തവർ. പക്ഷേ അപ്പോൾ കരഞ്ഞു വിളിച്ചിട്ട് ഈ അനീറ്റയുടെ അമ്മ പറയുന്ന സാക്ഷ്യമുണ്ട്, നിങ്ങൾ കേൾക്കണം, നല്ലതായിരിക്കും അത്. ഒരു അത്യാഹിതത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തിനോട് പറയണ കാര്യങ്ങൾ. അമ്മേ, ഞാൻ പോയിട്ട് കാര്യമില്ല, നീ സഞ്ചാരി മാതാവാണെന്ന് എനിക്കറിയാം, നീ പോകണം എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ആശുപത്രിയിലെന്ന്. ആ സിറ്റുവേഷൻ നോക്കണം നിങ്ങൾ. അമ്മേ, ഞാൻ പോയിട്ട് കാര്യമില്ല, കാര്യം കുഞ്ഞ് മരിച്ചു, ഓൾമോസ്റ്റ് ഓളായിട്ട് മരിച്ചിരിക്കണ പോലെ കാണാം. ഞാൻ പോയിട്ട് കാര്യമില്ല. ഈ ഡെഡ് ബോഡി ആണെങ്കിൽ പോലും അമ്മ പോകണം ആശുപത്രി, നീ സഞ്ചാരി മാതാവാണെന്ന്. പ്രസൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഉടമ്പടിയുടെ ഒക്കാലത്ത് ഞാൻ അച്ഛനായിട്ട് 36 കൊല്ലമായി. ഇത്രയും പോപ്പുലർ പ്രസൻസ് ഉള്ള ഒരു പ്രാർത്ഥനാ പദ്ധതി എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ഉടമ്പടി അല്ലാതെ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഹെഡ് ഇഞ്ചറി ഉണ്ട്, അതുപോലെ സ്പൈനലിന് ഇഞ്ചറി ഉണ്ട്, ഇടുപ്പിന് ഇഞ്ചറി ഉണ്ട്, കൊച്ചിന് ബോധമില്ല, വെൻറ്റിലേറ്ററിലാണ്. ഈ വെൻറ്റിലേറ്ററിലാകുമ്പോഴും ഉടമ്പടി എടുത്ത ഇവരുടെ ബന്ധുക്കൾ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഈ കൊച്ചിനെ ഉടമ്പടി തേലം തേക്കുന്നുണ്ട്.
ഇന്നിപ്പോൾ എവിടെയെങ്കിലും അത്യാഹിതം ഉണ്ടായാലേ അടുപ്പമുള്ളവരെല്ലാവരും ഉടനെ കൊണ്ട് ഉടമ്പടി കൊടുക്കും. സാക്ഷ്യങ്ങൾ കേട്ടാൽ ഞാൻ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ജനം അത്ര കണ്ട് ആഴമായിട്ട് വിശ്വസിക്കുകയും ദൈവത്തെ അനുഭവിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയാണ്. എന്നിട്ട് എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയും, അമ്മേ ഞങ്ങൾ 4 പേര് കൂടിയാണ്, മാതാവിനോടാണ് എല്ലാം പറയണത്. ഇന്ന് നമുക്ക് പറയാൻ, ധൈര്യമായിട്ട് പറയണത് അതുപോലെ തന്നെ ഒരു അമ്മ മനസ്സോടുകൂടി കേൾക്കാൻ. മാതാവിന് ദൈവത്തിൻ്റെ ഒരു അമ്മ മനസ്സാണല്ല പരിശുദ്ധ അമ്മയിലൂടെ വെളിവായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തും പറയാമല്ലോ. ഇവരെന്താ പറയണത്? ഞങ്ങൾ 4 പേരും കൂടിയാണ് വന്നത്, 2 കുഞ്ഞുങ്ങളും ഭർത്താവും ഭാര്യയും. അപ്പോൾ ഇസബെല്ലയെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അമ്മ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വിളിക്കണം. അപ്പോൾ തകർന്ന് നിൽക്കണ ഒരാളിൻ്റെ, നമ്മളങ്ങനെ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല, അവിടെ തകർന്ന് നിൽക്കുന്ന ഒരു അമ്മ മനസ്സാണ് എൻ്റെ അടുത്ത് വരണത്. അപ്പോൾ ഇവർക്ക് മുമ്പിൽ അപ്പോൾ ഡോക്ടർമാർക്ക് ഒന്നും ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലും പിന്നെ അതിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഒരു സാക്ഷ്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ കണ്ണൂർ. അപ്പോൾ ഇവർക്കൊന്നും ഡോക്ടർമാർക്കൊന്നും പറയാനില്ല. കാര്യം ഇത്രയും ബ്രേക്ക് ഡൗണായി കിടക്കണ കൊച്ചല്ലേ, മൂത്രം പോണില്ല. അപ്പോൾ അതിൻ്റെ ബാഡ് സൈനാണ്. അപ്പോൾ ആന്തരികമായ അവയവങ്ങളൊക്കെ ഒന്നും കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാണ്. പിന്നെ ആന്തരിക രക്തസ്രാവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊക്കെ ഒരു പിടിയുമില്ല. സ്കാനിങ് റിപ്പോർട്ടാണെങ്കിലും മോശമാണ്. അപ്പോൾ ഈ കുട്ടി പോയതുപോലെ കണക്കാക്കാനാണ് എല്ലാവരും ഉപദേശിക്കുന്നത്. ഡോക്ടർമാരും അങ്ങനെ പറയത്തില്ല, പക്ഷേ ഡോക്ടർമാരും സംസാരത്തിൽ നിന്ന് ഇവർക്ക് ഇപ്പോഴത്തെ പുതിയ ഒരു 10-20 കൊല്ലമായിട്ട് ഡോക്ടർമാർ ഒന്നും നമുക്ക് ഹോപ്പ് തരത്തില്ലല്ലോ. അവർ പറയും പോയി കിടക്കണമെന്നേ പറയത്തുള്ളൂ. വലിയ കുഴപ്പമില്ലെങ്കിലും ഡോക്ടർമാർ പറയണത് ആൾ തീർന്നിരിക്കുകയാണെന്നേ പറയത്തുള്ളൂ. പിന്നെ ശ്രമിക്കാമെന്നേ പറയത്തുള്ളൂ. എന്താ പ്രശ്നം എന്നറിയാമോ? അവരുടെ പണ്ടത്തെ ഡോക്ടർമാർ സൈക്കോളജിക്കലായിട്ട് അപ്രോച്ചാണ് ചെയ്തിരുന്നത്. എന്താണ്, ഒരു കുഴപ്പമില്ല, ഇപ്പം ശരിയാകുമെന്നൊക്കെയാണ് പറയുന്നത്. പപ്പുവിനെ പോലെ പറയുമായിരുന്നു ഇപ്പം ശരിയാക്കുമെന്ന്. പക്ഷെ അങ്ങനെ ഇപ്പം ശരിയാകാതെ കുറേ ആൾക്കാർ മരിച്ചു കഴിഞ്ഞപ്പോൾ ബന്ധുക്കൾ ഓർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പം ശരിയാവുന്നല്ലേ പറഞ്ഞിട്ട് ഇത് മരിച്ചില്ല. അപ്പോൾ ഇയാളാണ് എൻ്റെ കാരണക്കാരൻ ഡോക്ടറിന് ഇതിനെ കൊണ്ട് കേസ് കൊടുക്കും നഷ്ടപരിഹാരത്തിന്. ചത്തവൻ നിൽക്കുന്നവൻ ഡോക്ടറിനെ ഊറ്റി കാശ് മേടിക്കാൻ നോക്കും. അതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർമാർ കളികളെല്ലാം പഠിച്ച് മനസ്സിലാക്കിയിരിക്കുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ പറഞ്ഞ് പോയി കിടക്കണമെന്ന് പറയും. അതാണ് പ്രശ്നം. അവരങ്ങനെ ആ രീതിയിലാക്കിയതാണ് കുറേ പേര്. എന്താ പ്രശ്നം? ഇപ്പം ഈ വിഷയത്തിൽ അതൊന്നുമല്ല പ്രശ്നം. ഈ വിഷയത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു തേങ്ങ വീണാൽ തന്നെ ഒരു ചക്ക വീണ ഒരു ചേട്ടനെ കൊണ്ടുവന്നായിരുന്നു ഇവിടെ. കഴിഞ്ഞ മാസം കൃപാസനത്തിന് മുകളിൽ ഒരു ചക്ക കടന്നിട്ട് ഞാൻ മാനേജറും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയുമ്പോൾ ഇത് ഇറക്കം അണ്ടത്തെ കൊമ്പേ കിടക്കുകയാണ്. എങ്ങാനും വരേണ്ട തലേ വീണ് കഴിഞ്ഞാൽ അവൾ അവസ്ഥ ധരിക്കും. തീർന്നില്ല പരിപാടി. കാര്യം ഞാനത് ഒരു കണക്കിന് ഇറക്കിച്ച് നമ്മുടെ പിള്ളേർ സ്മാർട്ടായത് കാരണം അവർ തന്നെ സംവിധാനം ഉണ്ടാക്കി ആളെ വിളിച്ചുകൊണ്ടുവന്ന് ചക്ക നിങ്ങൾ അവിടെ നിൽക്കുന്നവരൊക്കെ നോക്കണം കേട്ടാ, ഈ ഇലയുടെ മുകളിൽ വല്ലതും കിടപ്പുണ്ടാകുന്നു. കാര്യം ഞാൻ ഈ ചക്ക വീണ ഒരാളെ കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ട് സ്പൈനൽ കോഡ് പൊട്ടിയിരിക്കുകയാണ്, ബോധമില്ല. ചക്കണി വീണെന്ന് പറഞ്ഞ വല്ല കഥയുണ്ട്, സ്പൈനൽ കോഡ് പൊട്ടിയിരിക്കുകയാണ്, ബോധമില്ല. പക്ഷേ അത് തെങ്ങാണ് വീണിരിക്കുന്നത്, 3 വയസ്സുകാരത്തിൻ്റെ അത്. ആ കൊച്ചിൻ്റെ അവസ്ഥ എന്താണ്? എനിക്ക് തോന്നുന്നത് ആ അമ്മയുടെ വിശ്വാസത്തിലാണ് ഇത് നിൽക്കണത്. ശരിക്കും അമ്മയുടെ വിശ്വാസത്തിൽ ആ കുട്ടിയുടെ അമ്മയെന്ന് പറയണത് ഒരു 1.5 അതാണ് ഈ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ. ഞാൻ ചില സമയത്ത് വെച്ച് ഈ കല്യാണം കെട്ടിക്കാൻ നേരത്ത് ഞങ്ങളുടെ അടുത്ത് നമസ്കാരം കേൾക്കാൻ വരുമില്ല പെൺപിള്ളേരൊക്കെ. അപ്പോൾ ഇവരോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ ജപമാലയെക്കുറിച്ചൊക്കെ പറയുമ്പോഴേ ഇവർ ഫാദർ പുസ്തകം കൊണ്ടുവന്നില്ല, പുസ്തകം നോക്കട്ടെ, ഇപ്പോൾ കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, അത് ജപമാല വീട്ടിൽ പുസ്തകം നോക്കിയല്ല ചെല്ലണമെന്ന് പറയും. അപ്പം ഞാൻ അവളോടൊക്കെ പറയുന്നൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ, മകളെ നിൻ്റെ കൊച്ചിൻ്റെ അത്യാഹിതം വന്ന് നീ ഓട്ടോറിക്ഷയിൽ ആംബുലൻസിലെ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുസ്തകം നിൻ്റെ കൊണ്ടുവരുവാ ഇതിൻ്റെ കയ്യിൽ, നീ ഇത് പഠിക്കണം. അപ്പോൾ ഇവൾ പറഞ്ഞു അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല, ഒരു അത്യാഹിതം ഉണ്ടാകത്തില്ല. എന്തൊരു ധൈര്യമാണ് ആൾക്കാർക്ക്. അത് വെച്ചാൽ കുറേ അണ്ണന്മാർ വിശ്വാസമില്ല, അവിശ്വാസികളുടെ വിട്ടികളുടെ സ്വർഗം. ഞാൻ എൻ്റെ സഭയിൽ കണ്ടിട്ടുള്ള സംഭവം, അവിശ്വാസികൾ വിട്ടികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്ന കുറേ ജീവിതങ്ങളാണ്. ദൈവം ആരാണെന്നറിയത്തില്ല, എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ പബബ അടിക്കാൻ പോലും കൊള്ളത്തില്ല, വെറുതെ ബോധം കെട്ടാൻ കണ്ട് വീണേക്കും, പിന്നെ പ്രസംഗമൊന്നുമല്ല, നോക്കി ഇന്നങ്ങനെ ചെയ്തോളൂ. ഇതെല്ലാം വേറെ ഒരു കലാപരിപാടി അറിയാൻ പാടില്ല. ഒരു കമാന്നൊരു അക്ഷരം ദൈവത്തെ വിളിക്കാൻ അറിയത്തില്ല പല ആൾക്കാർക്കും. എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ അപ്പം തന്നെ ബോധം കെട്ടി വീഴും, തീർന്ന്. പിന്നെ ബാക്കിയുള്ളവരും ചെയ്തോളൂ. ബോധം കെട്ടി വീട്ടിൽ ഇറങ്ങോട്ട് നോക്ക്, കൊച്ചയും കൊണ്ട് പോയാന്ന്
അതാണ് പ്രശ്നം. ഇത്തരം ഫ്രോഡ് പരിപാടിയാണ് കയ്യിരിക്കണത്. മര്യാദക്ക് നിങ്ങൾ ഒന്ന് ഇങ്ങനെ ഉറങ്ങി നേരം, അതായത് ഇരുട്ട് കൊണ്ട് ഊട്ടടക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ സ്ത്രീയുടെ, ഈ എലിസബല്ലയുടെ അമ്മയുടെ പ്രശ്നം എന്താണ്? അവൾ പറയണത്, അമ്മ നീ സഞ്ചാരി മാതാവാണ്, ഞാൻ പോയിട്ട് കാര്യമില്ല, അവിടെ നീ പോകണം. പിന്നെ അമ്മയോട് എനിക്കൊരു കാര്യം കൂടി പറയാം, ഞാൻ ഇസബെല്ലാലും കൊണ്ടേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ 4 പേരെ അമ്മ തിരിച്ചു വിളിക്കണം, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ആ കുഞ്ഞിനോടുള്ള അറ്റാച്ച്മെൻറ്റാണ്. അപ്പം ഞാനവർക്ക് ഇക്കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുകയും ഇത്രയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന സുന്ദരമായൊരു സാക്ഷ്യമാണ്. നിങ്ങളത് കേൾക്കണം കേട്ടോ. അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ലിഫ്റ്റ് ചെയ്യണേ കാണാം. അപ്പോൾ അമ്മ ഇവക്കൊരു മാർഗം പറഞ്ഞു കൊടുക്കും. എന്നുവെച്ചാൽ ഈ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് എൻ്റെ പടം എടുത്ത് കൊച്ചിൻ്റെ അടുത്ത് കൊണ്ട്, കൊച്ചിന് ബോധം വെൻറ്റിലേറ്ററിലാണേ, സ്കള്ള് പോയിരിക്കുകയാണ്. പിന്നെ എന്തോ അസ്ഥി പുറത്ത് വെച്ചാണ് ഒരു ചെറിയ ഓപ്പറേഷൻ ഉണ്ടായി ചെയ്തിരിക്കണത്. അതിന് 6 മാസം കഴിഞ്ഞ് സെറ്റാകത്തുള്ളൂ. നട്ടെല്ലിനും ബ്രേക്കുണ്ട്, ഇടുപ്പലിന് ബ്രേക്കുണ്ട്, മൂത്രം പോണില്ല, വേറെ ഒത്തിരി പ്രശ്നം, ആന്തരിക ബ്രീഡിംഗ് ഉണ്ട്. കൊച്ച് ഓൾമോസ്റ്റ് ഓൾ പോയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോഴിവളെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഗൂഗിളിൽ നിന്നൊരു പടമെടുത്ത്, കൃപാസനം മാതാവിൻ്റെ ഒരു പടമെടുത്ത് കൊണ്ടേ വെക്കാൻ ഇവർക്ക് ആന്തരിക പ്രേരണയാണ്. എന്താ പ്രശ്നം വെച്ചാൽ, ഡോക്ടർമാരെന്താ കുഴങ്ങിയിരിക്കണമെന്ന് അറിഞ്ഞാൽ നിങ്ങളത് അറിയണം. ഡോക്ടർമാരെന്താ കുഴങ്ങാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മെഡിക്കൽ കോളേജിലുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുണ്ട്, ഇല്ലേ? പ്രഗത്ഭന്മാരായ സയൻറ്റിസ്റ്റായിട്ടുള്ള ഡോക്ടർമാരുണ്ട്. അതാണല്ലോ കേരളത്തിൻ്റെയൊക്കെ ഒരു വിജയം. നല്ല ഡോക്ടർമാരുണ്ട്, ഏറ്റവും നല്ല പ്രൈവറ്റ് സെക്ടറിലും ഉണ്ട്, ഗവൺമെൻറ് സെക്ടറിലും ഉണ്ട്. പക്ഷെ അതല്ല പ്രശ്നം. ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ പേഷ്യൻ്റ് മരുന്നിനോട് റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെയാണ് പ്രശ്നം. നമ്മൾ ശാസ്ത്രത്തെ അവലംബിക്കണേ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശാസ്ത്രത്തിൻ്റെ കൈവിട്ടു പോയിട്ടുള്ള ഒരു 0 ഹവറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും ടോപ്പ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്, അവിടെ സയൻറ്റിസ്റ്റായിട്ട് ഡോക്ടറുണ്ട്, മരുന്നുണ്ട്, എല്ലാം ഉണ്ട്, ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഈ പേഷ്യൻ്റ് മരുന്നിനോട് റിയാക്ട് ചെയ്യുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ എന്തു ചെയ്യും? ഡോക്ടർമാരെല്ലാം നിരാശരാണ്. മെഡിക്കൽ ബോർഡ് എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ ഓരോ വലിയ ഉന്നത VIP ഒക്കെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവർ മെഡിക്കൽ ബോർഡാണ് കൂടുന്നത്. വൃക്കയുടെയും കരളിൻ്റെയും ഹൃദയത്തിൻ്റെയും ബ്രെയിൻ്റെയും എല്ലാ ഡോക്ടർമാരും ഒരുമിച്ച് കൂടിയിട്ടാണ് റിസൾട്ട് പരിശോധിച്ചിട്ടാണ് അവർ ഓരോ ലെവലിലേക്ക് എടുക്കുന്നത്. പക്ഷേ ഏത് മെഡിക്കൽ ബോർഡ്, ഇന്ത്യയിലുള്ള മുഴുവൻ മെഡിക്കൽ ബോർഡ് കൂടിയാലും ആ പേഷ്യൻ്റ് മരുന്നിനോട് റിയാക്ട് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ 0 മെഡിക്കേഷൻ നടക്കത്തുള്ളൂ, ഇല്ലേ? ഈ ഒരു ദുരന്തം എൻ്റെ സഹോദരൻ തിരിച്ചറിയണം. ഇവളുടെ ഈ ഇസബെല്ലയുടെ പ്രശ്നം അതാണ്. അവൾ മരുന്നിനോട് റിയാക്ട് ചെയ്യുന്നില്ല. മരുന്നിനോട് റിയാക്ട് ചെയ്യാതിരിക്കുമ്പോഴെന്താ നമുക്ക് അവസാനം? മാതാവിനോട് പറയുക. അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇസബെല്ലയുടെ അമ്മയുടെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരുടെ ഉടമ്പടി തൈലമാണ് കുഞ്ഞിൻ്റെ മേത്ത് കിടക്കുന്നത്. ആൻറ്റി കൊണ്ടുവന്ന ഉപ്പ് ഇസബെല്ലയുടെ മേത്ത് വെതറിയിട്ടിരിക്കുകയാണ്. നോക്കണേ, ഓരോ മനുഷ്യൻ വിശ്വാസം പ്രഖ്യാപിക്കുന്ന രീതികൾ കണ്ടില്ലേ? അപ്പോൾ മാതാവ് ഇവർക്കൊരു ഐഡിയ കൊടുക്കും. എന്താണ്? നീ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് മാതാവിൻ്റെ പടം എടുത്ത് കൊണ്ടുവന്ന് കുഞ്ഞിൻ്റെ തലക്കൽ വെക്കാൻ പറയും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, കളർ പ്രിൻ്റ് കിട്ടണില്ല. ഹോസ്പിറ്റലിൽ കളർ പ്രിൻ്റ് കിട്ടും. മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് കൃപാസന മാതാവിൻ്റെ കളർ പ്രിൻ്റ് കിട്ടും. പക്ഷേ അവിടുന്ന് അത് ഇടിപ്പിക്കത്തില്ല. അവർ പറയും സ്റ്റാഫിന് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്ന് പറയും. ഞങ്ങൾ സ്റ്റാഫിന് മാത്രമേ ഇങ്ങനെ ഇതുപോലെ പ്രൈവറ്റ് സേവനങ്ങൾ ചെയ്യത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇവരുടെ ഒരു സങ്കടം കൊണ്ട് അവർക്ക് അവിടെ നിന്ന് കരഞ്ഞിട്ട് ഇവർ പറയും, അവർക്ക് ചെയ്യാവുന്ന ആ വ്യക്തി ഏറ്റവും വലിയ ഒരു ദാനമായിട്ട് അവർ പറയും, എനിക്ക് എങ്ങനെയെങ്കിലും ഈ പടമൊന്നെടുത്ത് തരണം. നിങ്ങളൊന്ന് ചിന്തിച്ച്, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൃപാസന മാതാവിൻ്റെ പടം കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി നിന്ന് കരയുന്ന അമ്മയുടെ ചിത്രമെന്ന് പറയണത്, ഈ വ്യക്തിയുടെ മുമ്പേ മാതാവ് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയൂ. അതാണ് പ്രശ്നം. ഓരോരുത്തന്മാർ ദൈവത്തെ അനുഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത്തരമാണ്. അപ്പോൾ ഇവരുടെ കരച്ചിൽ കാണുമ്പോൾ ഇവരുടെ മൊബൈൽ വാങ്ങിച്ചിട്ട്, ഇവർക്ക് മൊബൈലില്ല, അത് കേടായി, വേറെ ഒരു ആളിൻ്റെ മൊബൈൽ മേടിച്ചുകൊണ്ടാണ് ഇവൾ ഓടുകയാണേ. ഇവൾ ഓടിയിട്ടാണ് ലാബിൽ ചെന്നിട്ട് ഫോട്ടോസ് എടുത്തുകൊണ്ട് ഈ കളർ പെന്നും എടുത്തുകൊണ്ട് ഓടി വരണത്. ഇവർ ഓടി വരുമ്പോൾ സ്റ്റെയർ കേസ് വഴി ഇവർ ഓടിപ്പാഞ്ഞെത്തുമ്പോൾ ഇവർ ചെല്ലുന്ന വിശ്വാസ പ്രമാണമാണ്. അവിടെയാണ് പ്രശ്നം. ഓരോ ആൾക്കാർ വിശ്വാസം പ്രയോഗിക്കുന്ന രീതികൾ, ആ പടവും കൊണ്ട് പോരുമ്പോൾ
മെഡിക്കൽ സ്റ്റോറിൽ പോട്ടസാലിൽ നിന്ന് മാതാവിൻ്റെ കൃപാസനം മാതാവിൻ്റെ പടവും എടുത്തുകൊണ്ട് സ്റ്റെയർകേസ് വഴി ഓടി വരുമ്പോൾ ഇവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് എൻ്റെ കുഞ്ഞിനടുത്ത് അമ്മ മാതാവിനെയും കൊണ്ട് ഓടി. അപ്പോൾ പടവും കൊണ്ടോടി എന്നല്ല അവർ പറയണത്, മാതാവിനെയും കൊണ്ട് ഓടിയെന്നാണ് പറയുന്നത്. അതാണ് വിഷയം. അത് വിശ്വാസത്തിൻ്റെ നിലവാരമാണ്. ഞാൻ നിങ്ങളോട് പറയണത് ഒന്ന് കെമിസ്ട്രി ഓഫ് ദി ഫെയ്ത്ത് അല്ലെങ്കിൽ ബയോളജി ഓഫ് ദി ഫെയ്ത്താണ്. ഓരോ മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള, വിശ്വസിച്ചിട്ടുള്ള, പ്രകടിപ്പിച്ചിട്ടുള്ള, പ്രഖ്യാപിച്ചിട്ടുള്ള വിശ്വാസത്തിൻ്റെ നിലവാരങ്ങളുണ്ട്. ഈ നിലവാരങ്ങളുടെ മുമ്പിൽ സത്യസന്ധമായ വിശ്വാസം കണ്ടാൽ ദൈവം സത്യമായതുകൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യും. ഉടനെ ഈ പടം കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ഇവർക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? അവിടെ സെക്യൂരിറ്റി നിൽക്കുകയാണ്. ICU വെന്റിലേറ്ററിലല്ല കൊച്ച്, വാർഡ് പരിശോധന നടക്കുകയാണ്. അപ്പോൾ ഇസബെല്ലാണ്ട് അടുത്ത് അപ്പോഴും സെക്യൂരിറ്റി പറയും, ഇപ്പം ഈ പടം വെക്കാൻ പറ്റത്തില്ലെന്ന് പറയും. പടം വെക്കാൻ പറ്റാത്ത ഡോക്ടർമാർ അകത്തുണ്ട്, കൊച്ചിനെ പരിശോധിച്ചിരിക്കുകയാണ്. ഡോക്ടർമാരൊന്നും പറയണമില്ല. പക്ഷേ ഇവിടെ കാര്യം പറയും, ഇതൊന്ന് കൊണ്ടുപോയി വെച്ചാൽ മതി എന്ന് പറയും. ഉടനെ സെക്യൂരിറ്റി ചേച്ചി പുറത്തുനിന്ന് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ഈ സെക്യൂരിറ്റി ചേച്ചി കൃപാസന മാതാവിൻ്റെ പടം കൊണ്ടുപോയി ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന കുഞ്ഞിനെ തലയ്ക്ക് ഭാഗത്ത് വെക്കും. വെച്ച് അവർ പറയണത് വെച്ച് ഒരു നിമിഷം കഴിഞ്ഞില്ല, കൂടിയില്ല. എന്തോ മാറ്റങ്ങൾ കണ്ടപ്പോൾ ഉടനെ ഡോക്ടർമാരെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഉണ്ടായ കൂട്ടുകാരനകത്തേക്ക് വിളിച്ചെന്നാണ്. എന്താ പറയണത്? കൊച്ചു മൂത്രമൊഴിച്ച്. അതാണ് സംഭവം. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെല്ലാം കൊച്ച് മരുന്നിനോട് മരുന്നിനോട് അക്സെപ്റ്റ് ചെയ്യാറുന്ന കൊച്ച് മരുന്നിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി ഡോക്ടർമാർക്ക് എന്ത് വേണം ചെയ്യാം. ഇതാണ് നമ്മുടെ വിശ്വാസത്തിലും അതുപോലെ തന്നെ ശാസ്ത്രവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അറ്റകൈ ശാസ്ത്രത്തിൻ്റെ കയ്യിൽ നിന്ന് പോയാൽ വിശ്വാസം ഉള്ളവർക്കാണെങ്കിൽ വിശ്വാസം പിടിക്കാം. അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും വിശ്വാസം, അതായത് വിശ്വാസം നല്ല ശരിക്ക്, ഞാൻ നിങ്ങളോട് ചില ആൾക്കാർക്ക് വിശ്വാസമില്ലാത്ത കൊണ്ടാണ് അവർ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അത് ദൈവത്തിനറിയാം, ഇവർക്ക് ഇതിനകത്തൊന്നും വിശ്വാസം വലുതായിട്ടൊന്നുമില്ല. പിന്നെ അവർ നേരം പോക്കിന് വേണ്ടി ഉടമ്പടി ചെയ്തു. ഉടൻ പെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് കൈ കിട്ടിയ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ല പ്രശ്നം. നിങ്ങളിതിൻ്റെ അകത്ത് സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കുന്നതും വിശ്വാസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതും ഇന്ന് ജനങ്ങളെ മുഴുവനും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന കൃപാസനത്തിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് സംസാരിക്കുന്നത്, സുവിശേഷത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആനുപാതികമാണ്. അങ്ങനെ സത്യസന്ധമായ ഒരു വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ പെട്ടെന്ന് ഈ കുഞ്ഞിനങ്ങോട്ട് മാറ്റം ഉണ്ടാകിയതിന് ശേഷം പിന്നീട് പറഞ്ഞത് 6 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ എന്ന് പറയും. നിങ്ങൾ ധൃതി വെക്കരുത്. ഇതാണ് തെങ്ങ് വീണ കേസാണ്, മരിച്ചു പോകേണ്ട കൊച്ചാണ്. ഇനി ഇത് നേരെ ചൊവ്വയൊക്കെ കൈയും കാര്യമൊക്കെ അനക്കി നേരെയൊക്കെ വരണമെങ്കിൽ ബുദ്ധിയും ബോധം വെച്ച് നേരെയൊക്കെ വരണമെങ്കിൽ കുറേ മാസങ്ങൾ എടുത്തേക്ക് വരുമെന്ന് പറയും. പക്ഷേ ഇവരെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇസബെല്ല ഡാൻസ് കളിക്കാൻ തുടങ്ങും, കൈയിട്ടിച്ച് കിടത്താൻ. സാക്ഷ്യം അവസാനിപ്പിക്കുന്നത്, ഞാനും എൻ്റെ കുടുംബവും നിത്യവും കൃപാസനം ഉടമ്പടിക്ക് സാക്ഷിയായി, പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ജീവിക്കുമെന്ന കാര്യം അവർ അത്ഭുതം അവരുടെ മുമ്പിൽ കാണുന്നതല്ലേ. ശരിക്കും കമ്മ്യൂണിക്കേഷൻ ലെവൽ ശരിയാകും. കൊച്ച് പാട്ട് പാടുന്ന രീതിയിൽ പാട്ട് പാടും, നൃത്തം ചെയ്യും. ഇതെല്ലാം വിത്തിൻ നോ ടൈമാണ് സംഭവിക്കണത്. വൈദ്യശാസ്ത്രത്തിൽ ഇതിൻ്റെയൊക്കെ സമയമുണ്ട്. പക്ഷേ ഉടമ്പടിക്ക് ടൈം ഷോർട്ടിംഗ് എന്ന് പറഞ്ഞൊരു കമ്പണൻ്റ് ഉണ്ടല്ലേ, സമയച്ചുരുക്കമെന്നില്ലേ. ആ സമയച്ചുരുക്കം നന്നായിട്ട് ഇതിൽ വർക്കൗട്ട് ചെയ്യണം. സമയച്ചുരുക്കം ഇക്കാലങ്ങളിലുള്ള ഏറ്റവും നല്ല സാക്ഷ്യങ്ങളെല്ലാം സമയച്ചുരുക്കത്തിൻ്റെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സമയം ദീർഘിച്ച് പോകണമെന്നല്ലേ. പക്ഷേ ഉടമ്പടിയുടെ ആദ്യകാലങ്ങളിൽ തന്നെ എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സൂചന ഉണ്ടായിരുന്നു, ഇത് സമയച്ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണെന്ന്. പക്ഷേ നമ്മൾ ഉടമ്പടി കൃത്യമായിട്ട് ആണ്, അതനുസരിച്ച് സത്യസന്ധമായിട്ടും ദൈവസ്നേഹത്തോടെയുമാണ് ഈ വിഷയത്തിൽ അവലംബിക്കണമെങ്കിൽ സമയച്ചുരുക്കം ഉണ്ടാവും. ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ട് അവസാനിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ സൗഖ്യം തുടങ്ങുന്നതിൻ്റെ കാരണമുണ്ട്. കുഞ്ഞവസാനം അമ്മമ്മയോട് പറയും, അമ്മ ഞാൻ കൃപാസനം മാതാവിനെ സ്വപ്നം കണ്ടെന്ന് പറയും. അതാണ് ഇതിൻ്റെ സംഭവം. ഞാൻ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് സാക്ഷ്യം പറഞ്ഞത്.
സ്വപ്നം ഇന്ന് ഒത്തിരി പേര് കാണുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അമ്മമ്മ ചോദിച്ച് അത് കൃപാസനം മാതാവിൻ്റെ അടുത്ത് കുഞ്ഞ് വേറെ എന്താണ് കണ്ടത്, എങ്ങനെയാണത് കൃപാസനം മാതാവാണ്? 3.5 വയസ്സേ ഉള്ളെന്ന് നോക്കണം, ഇവിടെ വന്നിട്ടുണ്ടോയെന്ന് പോലും അറിയത്തില്ല. കുഞ്ഞ് പറയണത് അമ്മ കടലിൻ്റെ മീതെ വന്നെന്നാണ് പറയണത്. അതാണ് വിഷയം. അമ്മ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കടലിൻ്റെ മീതെ വന്നു. അപ്പോഴാണ് ഇവർ അമ്മ മനസ്സിലാക്കണത് കൃപാസന മാതാവിൻ്റെ കൂടെ ഒരു കടലുണ്ടല്ലോ എപ്പോഴും. അപ്പോൾ ആ കടൽ തിരയിലൂടെ വരും. പിന്നെ കുഞ്ഞ് പറയും കൃപാസന മാതാവിൻ്റെ കയ്യിൽ ഭൂമി ഉണ്ടായിരുന്നെന്ന് പറയും. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ തോന്നിയത് ഭൂമി ഇതുവരെയൊക്കെ മെസ്സേജിൽ വന്നില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ ക്ലോക്ക് അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് 2004. അന്ന് നമ്മുടെ കയ്യിലല്ല, നെഞ്ചത്തിലാണ് ഇരുന്നിരുന്നത് സമയഘടികാരം. അപ്പം അങ്ങനെ എന്തോ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ സാധാരണഗതി മറ്റു തരത്തിൽ ചിറകുള്ള കൃപാസനം മാതാവിനെ ആൾക്കാർ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട് സ്വപ്നം. അതെല്ലാം സമയ ചുരുക്കത്തിൻ്റെതാണ്. വെളിപാട് പുസ്തകത്തിൽ അതിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയണത് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വപ്നം കാണുക, അല്ലെങ്കിൽ സുഗന്ധാഭിഷേകം ഉണ്ടാവുക, അല്ലെങ്കിൽ ദർശനങ്ങൾ കാണുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രസൻസ് ഫീൽ ചെയ്തതെന്നാണ്. ഉടമ്പടിയുടെ ഏറ്റവും സംഭവത്തിൽ പ്രസൻസ് അല്ലേ? ഞാൻ നിൻ്റെ കൂടെ വരും, ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അതാണല്ലോ. ഇപ്പോൾ 1 ജോഷുവ 1:9 വചനം വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജോഷുവ 1:9 ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നീ പോകുന്ന ഇതാണെന്ന് ഒരു വാഗ്ദാനമാണത്. ഉടമ്പടിയുടെ വാഗ്ദാനമാണ്. നീ പോകുന്നിടത്തല്ല എന്ന് പറഞ്ഞാൽ നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഞാനുണ്ടായിരിക്കും. അപ്പം അത് ഉറക്കമായാൽ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാവുന്ന അവസ്ഥയിൽ അടയാളങ്ങൾ കാണിക്കാം. ഉറക്കമായാൽ പോലും അത് സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയുമാണ്. അപ്പോൾ ഇതുപോലെ കുഞ്ഞിനും ആ സ്വപ്നം കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ സ്വപ്നം കണ്ടോ ദർശനം കണ്ടോ വെച്ചാൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇത് കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണതെന്ന്. ദൈവസാന്നിധ്യമാണ്. അപ്പോൾ ദൈവസാന്നിധ്യം ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റക്കല്ല എന്നതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. സാന്നിധ്യത്തിൽ അദൃശ്യമായ സാന്നിധ്യത്തോടെ ദൈവം നിങ്ങളുടെ കൂടെ വസിക്കുകയാണ്. ഒരു സാക്ഷി ദിവസം ഉണ്ടായത് ഒരു മേരി ഏഞ്ചലിൻ്റെ സാക്ഷി, മേരി ഏഞ്ചൽ പോളിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പോൾ അവരുടെ ഭർത്താവാണ്. അവരുടെ പ്രശ്നം ഭർത്താവ് യുക്രൈനിൽ പഠിച്ച ആളാണ്, MBBS പഠിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് യുക്രൈനിൽ പഠിച്ചിട്ട് പിന്നീട് അതിൻ്റെ ഉപരിപഠനം UK അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടി. പക്ഷേ യുക്രൈനിലെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പേപ്പർ വേണം. അതിന് അവർ പറയണത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ എപ്പിക് പേപ്പർ എന്നാ പറയണത്. എപ്പിക് സെൻറ്ററിൽ നിന്നൊരു പേപ്പർ കിട്ടിയാലേ UK ഇയാൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ ആ പേപ്പർ യുദ്ധം നടക്കുകയല്ലേ ഇപ്പോൾ യുക്രൈനിൽ. അവിടെ നിന്ന് ഒരു പേപ്പറും കിട്ടത്തില്ല. യുക്രൈനിൽ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കണമല്ലോ. അതുകൊണ്ട് അവിടെ നിന്നും ഒരു പേപ്പറും കിട്ടത്തില്ല. ആ പേപ്പർ കിട്ടിയാലേ ഇദ്ദേഹത്തിന് UK ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തുമാത്രം കുഴഞ്ഞൊരു പ്രശ്നമാണെന്ന് നോക്കിയേ. പക്ഷെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് വരുന്നൊരു വിഷയം ഞാനത് നോക്കിയിട്ട് ഈ ഹസ്ബൻഡും ഏഞ്ചൽ മേരിയും പോളും മാതാവിനോട് വ്യക്തിബന്ധമുള്ള ആൾക്കാരാണ്. നിങ്ങളെപ്പോഴും ഒരു വ്യക്തിബന്ധം ഇല്ലാത്തവർക്കാണെങ്കിൽ വ്യക്തിബന്ധം ഉണ്ടാക്കാനുള്ള പ്രാർത്ഥനയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളെ വെളുക്കാൻ തേക്കണ പാണ്ടാക്കാൻ വേണ്ടി ഉള്ള ബന്ധം കൂടി കളഞ്ഞടിക്കുകയുള്ളൂ ചില ആൾക്കാർ. കാര്യം ഉടമ്പടി എടുത്ത് ഉഴപ്പുമ്പോഴേ ഉള്ള ബന്ധം കൂടി പോകുകയല്ലേ ഉള്ളൂ. അതങ്ങനെ ചെയ്യരുത്. നിസ്സാരമായ ഒരു ചെറിയ വീക്ക് റിലേഷൻ ആണെങ്കിലും
നിങ്ങൾ ഈ ഇതിൻ്റെ നിബന്ധനകളെല്ലാം കൃത്യമായിട്ട് പാലിച്ചിട്ട് റിലേഷൻ സ്ട്രോങ് ആക്കണം. അപ്പോൾ ഇവിടെ വൈഫിനുമുണ്ട് വിശ്വാസം, ഹസ്ബൻഡിനുമുണ്ട് വിശ്വാസം. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസത്തിൽ അവർ ജീവിക്കണമെന്ന് വിതിൻ, അതായത് 8 മാസം എടുക്കണ ഒരു പേപ്പർ അതായത് വരുന്നതിന് 8 ദിവസം കൊണ്ട് മാതാവ് ഇക്കറിൽ നിന്ന് പേപ്പർ കൊടുത്തു. ഈ യുദ്ധകാലത്ത് കൈയിടിച്ച് കിടത്താൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടിയിലൂടെ ഞാൻ നിങ്ങളോടെല്ലാം പറയണത് ഈ ആഴ്ചയിൽ അനുഭവിച്ച ദൈവാനുഭവങ്ങളെക്കുറിച്ചാണ്, അല്ല പണ്ടത്തെ എവിടെയെങ്കിലും സംഭവത്തെക്കുറിച്ചല്ല. ഈ ആഴ്ചയിൽ ഈ അൾത്താരയിൽ നിന്ന് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ ദുരന്തത്തെ മുഖാഭിമുഖം കണ്ടപ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പം ഞാൻ സുനാമി നടന്നത് കാരണം ഞാൻ അങ്ങനെ ഓർത്ത് സുനാമി ആയിരിക്കും അമ്മ ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ ഇവിടെ സാക്ഷ്യം പറഞ്ഞവരെല്ലാം ഒറ്റയ്ക്ക് ലോകത്തിൽ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന പ്രളയത്തെക്കുറിച്ചോ കോവിഡിനെക്കുറിച്ചോ അല്ല സാക്ഷ്യം പറയണത്. അവരുടെ ജീവിതത്തിൽ